السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات كتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن الآن في جلسة 23 من جلسات سورة النساء. ഖുർആൻ പഠനത്തിലുള്ള കീഴിൽ നടന്നു വരുന്ന നിസാ പഠന പരമ്പരയുടെ 23ാമത് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് 8:30 തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഞാനത് കറക്റ്റായിട്ട് മെസ്സേജ് ഇടാൻ മറന്നുപോയി. 8:30 തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നത് ഇന്ന് ഈ ക്ലാസ്സിലാണോ ഏത് ക്ലാസ്സിലാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മ. ഈ ക്ലാസ് പറഞ്ഞത് ഈ ക്ലാസ്സിലാണ് അല്ലേ? 8:45. 8:45 ഓക്കെ ഓക്കെ ശരി. നമ്മള് പാരായണം ചെയ്ത് പറഞ്ഞു നിർത്തിയത് ഇന്നല്ലാഹ കാന ബിഹി അലീമ എന്ന് പറഞ്ഞെടുത്താണ്. യസ്തഫ്തൂനക ഫിന്നിസാ എന്ന് തുടങ്ങിയിട്ട് ഇന്നല്ലാഹ കാന ബിഹി അലീമ 127 നിർത്തിയത്. തുടർന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وإن امرأة خافت من بعلها نشوزا أو إعراضا فلا جناح عليهما أن يصلحا بينهما صلحا والصلح خير وأحضرت الأنفس الشح وإن تحسنوا وتتقوا فإن الله كان بما تعملون خبيرا ولن تستطيعوا أن تعدلوا بين النساء ولو حرصتم فلا تميلوا كل الميل فتذروها كالمعلقة وإن تصلحوا وتتقوا فإن الله كان غفورا رحيما وإن يتفرقا يغن الله كلا من سعته وكان الله واسعا حكيما ولله ما في السماوات وما في الأرض ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله وإن تكفروا فإن لله ما في السماوات وما في الأرض وكان الله غنيا حميدا ولله ما في السماوات وما في الأرض وكفى بالله وكيلا إن يشأ يذهبكم أيها الناس ويأتي بآخرين وكان الله على ذلك قديرا من كان يريد ثواب الدنيا فعند الله ثواب الدنيا والآخرة وكان الله سميعا بصيرا. അപ്പൊ ഇതിൽ നമ്മൾ പദാനുപത അർത്ഥത്തിനുപരി എന്ത് ചെയ്യണം, വാക്യഘടനകൾ നമ്മൾ പഠിച്ച യൂസേജുകൾ അല്ലെങ്കിൽ അതുപോലെ ഫാഇല്, ഫിഅല്, ഫാഇല്, മഫ്ഊല്, അതേപോലെ ഷർത്ത്, ജവാബ്, അതിൻ്റെ ജസ്മി ചെയ്യപ്പെട്ടത്, ജുഹൂല്, ഇതുപോലുള്ള കുറേ കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധയിലെത്തേണ്ടത്. നമ്മളതിൻ്റെ വ്യാഖ്യാനപരമായ കാര്യങ്ങളിലേക്ക് കൂടുതലായി പോകുന്നില്ല. കാരണം വ്യാഖ്യാനം നമ്മൾ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. നമുക്ക് വായിക്കുമ്പോൾ അർത്ഥം കിട്ടുക എന്നതാണ് പ്രധാനം. ബാല് എന്താണ്? ബാല് ഭർത്താവ്. വഹാദ ബാലി ഷേഖ എന്നൊക്കെ പറഞ്ഞ കഥകളുണ്ട്. അപ്പം ബാല് ഭർത്താവ്. നുഷൂസിന് എന്തുകൊണ്ട് നസ്ബ് വന്നു? ഹാലാണ്. എങ്ങനെ ഹാല്? നുഷൂസായിരിക്കുന്നതായ നിലയിൽ നിന്നാണ്.
ഖാഫത്തിന്റെ മഫ്ഊലും ബിഹിയാണ്. ഖാഫ ഭയപ്പെട്ടു. എന്തിനെ ഭയപ്പെട്ടു? നുഷൂസിനെ ഭയപ്പെട്ടു. ഇവിടെ ഹാലായിട്ട് വരാനൊരു സാഹചര്യം ഇല്ല. വൈനിമ്രഅത്തുൻ ഒരു സ്ത്രീ, ഖാഫത്ത് അവൾ ഭയപ്പെട്ടു, മിൻ ബാലിഹ അവളുടെ ഭർത്താവിൽ നിന്ന്, തന്റെ ഭർത്താവിൽ നിന്ന് എന്നാണ് ശരിക്കും വാക്യത്തിന്റെ മലയാള ഘടന വരുന്നത് കേട്ടോ. അപ്പൊ അവളുടെ ഭർത്താവിൽ നിന്ന്, അങ്ങനെയാണ് നമ്മൾ അർത്ഥം വയ്ക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നുഷൂസൻ എന്തിനെ ഭയപ്പെട്ടു? പിണക്കം, നുഷൂസ്. ഔ ഇഅറാദ് അല്ലെങ്കിൽ എന്ത്? ഇഅറാദ് നമ്മൾ പഠിച്ചതാണ്. ഇഅറാദാണ് ഇതിന്റെ ഒരു ആദ്യത്തെ ഒരു പുതിയ പദം. അല്ല സോറി, നുഷൂസ് ആണ് പുതിയ പദം. ഇഅറാദ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ് ഫേല് മാളി? ഫേല് മാളി മുഫ്രദ് അറള അല്ല, അത് ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണ്? അൻസല ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അതായത് സുലാസി മസീദ്. സുലാസി 3 അക്ഷരങ്ങളോടൊപ്പം അധിക അക്ഷരം വന്നത്, ഹർഫിൻ വാഹിദ് അല്ലെങ്കിൽ ഹംസ് ചേർത്തുകൊണ്ട്. അറള എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിച്ചെന്നാണ്. അറള എന്ന് പറഞ്ഞാൽ അവഗണിച്ചു. അറള അവഗണിച്ചു. അതിന്റെ ക്രിയാധാതുവാണ് ഈ അറാദ്, അവഗണന. അവഗണനയോ പിണക്കമോ എന്തെങ്കിലും ഭയപ്പെട്ടാൽ ഫലാ ജുനാഹ അലൈഹിമ അൻ യുസ്ലിഹ ബൈനഹുമാ സുൽഹ. ഫലാ ജുനാഹ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. ലാ ജുനാഹ എന്താ? തെറ്റില്ല, തെറ്റില്ല, കുറ്റമില്ല, പ്രശ്നമില്ല, കുഴപ്പമില്ല എന്നുള്ള ലാ ഫസാദ എന്നുള്ള കുഴപ്പമില്ല, പ്രശ്നമില്ല എന്ന അർത്ഥത്തിലാണ്. മലയാളത്തിൽ കുഴപ്പം എന്ന് പറയുമ്പോഴത്തേക്ക്, കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് വലിയ സംഭവം ഒന്നല്ല, ചെറിയ സംഭവമില്ല. ആ തരത്തിലുള്ള കുഴപ്പമില്ല, തെറ്റില്ല, കുഴപ്പമില്ല. ലാ ജുനാഹ അലൈഹിമ. അപ്പൊ ലാ ജുനാഹ എന്ന് പറഞ്ഞാൽ എന്ത് തരം പ്രയോഗമാണ്? വർഗത്തെ നിഷേധിക്കുന്നു. അപ്പൊ അതിനെന്ത് പറയും അറബിയില്? നഫിയുൽ ജിൻസ്. നഫിയുൽ ജിൻസ്. ലായാണ് ആ പ്രയോഗം. ലാമു നാഫിയ ലിൽ ജിൻസ് എന്നാണ്. അന്നാഫിയത്തു ലിൽ ജിൻസ്. നഫിയുൽ ജിൻസ് എന്ന് ഒറ്റയടിക്ക് നമുക്ക് പെട്ടെന്ന് പറയാം. നഫിയുൽ ജിൻസ് വർഗത്തെ നിഷേധിക്കലാണ്. ലാ ജുനാഹ അലൈഹിമ. അപ്പൊ ഹിമ എന്നുള്ള സംഭവം നമ്മൾ ഈ പഠിക്കേണ്ട കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടാവും. വിഭജനങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ വിഭജനങ്ങൾ താരതമ്യേന കുറവാണ്. അതേപോലെ നമുക്ക് ഒറ്റയടിക്ക് പഠിച്ചു വെക്കാൻ എളുപ്പമാണ് നമ്മൾ പഠിക്കുന്ന 7 സർവനാമ ക്രിയ, 7 സർവനാമങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ വേണ്ടിയാണ് അങ്ങനെ പഠിക്കുന്നത്. ഇടയിലുള്ളത് നമുക്ക് പിന്നീട് ഓർമ്മിക്കാൻ പറ്റും. അലൈഹി അവന്റെ മേൽ, അലൈഹിമ അവർ രണ്ടുപേരുടെ മേൽ, അലൈഹിം അവരുടെ മേൽ. പിന്നെ ഹുവ ഹുമ അൻത അൻതുമ. ഹുവ അവൻ, ഹുമ അവർ രണ്ടുപേരും, അൻത നീ, അൻതുമ നിങ്ങൾ രണ്ടുപേർ. അപ്പൊ ഈ ഹിമായ്ക്കും അൻതുമായ്ക്കും ഒരു വേറൊരു പ്രത്യേകതയും കൂടി. അതിന് ജെൻഡർ വ്യത്യാസമില്ല. അപ്പോ ഹുമ ഇമ്രാത്താനി, അല്ലെങ്കിൽ ഹുമ ബിൻതാനി, ഹുമ വലദാനി, ഹുമ ബിൻതാനി. അവർ രണ്ടുപേരും ആൺകുട്ടികളാണ്, അവർ രണ്ടുപേരും പെൺകുട്ടികളാണ്. അപ്പോ ജെൻഡർ വ്യത്യാസമാണ്. അൻതുമ റജുലാനി അൻതുമ ഇമ്രാത്താനി, നിങ്ങൾ 2 പെണ്ണുങ്ങളാണ്, 2 ആണുങ്ങളാണ് എന്ന് പറയുന്നൊരു വ്യത്യാസമാണ്. അപ്പൊ അതേപോലെ തന്നെ കിതാബുക്കുമ, നിങ്ങൾ 2 പെണ്ണുങ്ങളുടെ പുസ്തകം, നിങ്ങൾ 2 ആണുങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നതിലും വ്യത്യാസമാണ്. ഓക്കെ. അപ്പൊ അലൈഹിമ ലാ ജുനാഹ അലൈഹിമ അവർ രണ്ടുപേർക്കും കുറ്റമില്ല, അല്ലെങ്കിൽ കുഴപ്പമില്ല, പ്രശ്നമില്ല. അൻ യുസ്ലിഹ ബൈനഹുമ സുൽഹ. അസ്ലഹ എന്താർത്ഥം? നന്നാക്കുന്നതിൽ, ദ്വിവചനമാണ്.
സംസ്കരിക്കുക, രണ്ട് നന്നാക്കുക. അസ്ലഹ അസ്ലഹ എന്നാണ് നന്നാക്കി, മെയിൻ്റനൻസ്. ഇസ്ലാഹ് നന്നാക്കൽ. രണ്ടാൾക്കിടയിൽ ആ യുസ്ലഹ ബൈനഹുമ സുൽഹൻ. അപ്പൊ ഇതില് ഈ ആയത്ത് പഠിച്ചു വെച്ചാൽ എന്തായി, നമുക്ക് പല കാര്യങ്ങളും ദ്വിവചനത്തിൻ്റെത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെ ഹിമ പഠിച്ചു, അതേപോലെ ബൈനഹുമ അവർ രണ്ടുപേർക്കും ഇടയിൽ. അസ്ലഹ യുസ്ലിഹു യുസ്ലിഹൂനയുടെ ഇടയ്ക്ക് യുസ്ലിഹൂന എന്ന് പറയുന്നതിനിടയ്ക്ക് എന്തുണ്ട്, ഒരു ദ്വിവചനം കൂടെ. യുസ്ലിഹാനി. അപ്പൊ യുസ്ലിഹു യുസ്ലിഹാനി, തുസ്ലിഹു തുസ്ലിഹാനി. ഓക്കെ, ഉസ്ലിഹു നുസ്ലിഹു എന്ന് പറയുന്നത് പിന്നെ വ്യത്യാസമൊന്നുമില്ല. ഏകവചനമായിരുന്നാലും ദ്വിവചനമായിരുന്നാലും ബഹുവചനമായിരുന്നാലും മുത്തക്കല്ലിമിന് ഒന്ന് തന്നെയാണ്. മുത്തക്കല്ലിമാന ആരാ? സംസാരിക്കുന്ന ആള്. തകല്ലമ സംസാരിച്ചു, മുത്തക്കല്ലിം സംസാരിക്കുന്ന ആള്. അവർ രണ്ടുപേർക്കും ഇടയിൽ യോജിപ്പുണ്ടാക്കുന്നതിൽ അവർക്ക് പ്രശ്നമില്ല. ഇത് ഇസ്ലാഹ് എന്ന് വരുന്നത് ഒന്നാവും ഉസ്താദേ. ഇസ്ലാഹ് എന്ന് പറഞ്ഞാലും സുൽഹൻ രണ്ടും ഒരേതാവോ? ഇസ്ലാഹ് എന്ന് പറയുമ്പോ നന്നാക്കൽ അതുപോലെ ആവോ സുൽഹൻ എന്ന് പറയുമ്പോഴും? ഈ ബൈനഹുമ സുൽഹ്, സുൽഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? സലഹ യസ്ലഹു, നന്നായി. സുൽഹ് നന്നാക്കൽ, നന്നാകൽ. പക്ഷേ അതെന്താണ്? സുൽഹ് എന്നത് ഉടമ്പടി, സന്ധി, യോജിപ്പ്, രജ്ഞിപ്പ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. നന്നാക്കൽ. ഇസ്ലാഹ് എന്നുള്ളത് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്ലാഹ് ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഈ സൂറത്തിലല്ലേ വന്നത്? ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഉണ്ടല്ലോ. അവരെ കൂടിയാലോചിക്കുന്നതിൽ കൂടുതൽ പുണ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഇസ്ലാഹ് വന്നിട്ടുണ്ട്. അപ്പൊ ഇസ്ലാഹ് എന്ന് പറയുമ്പോഴത്തേക്ക് നന്നാക്കൽ എന്ന അർത്ഥമാണ്. ഇവിടെ അവർക്കിടയിൽ നന്നാക്കലിന് കുഴപ്പമില്ല എന്നല്ല പറഞ്ഞു. ഒരു സന്ധി, ബൈനഹുമ സുൽഹൻ, അവർക്കിടയിൽ അസ്ലഹയുടെ, ഇവിടെ സുൽഹൻ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലേ? ക്രിയാധാതുവായിട്ടല്ല വന്നിരിക്കുന്നത്. യുസ്ലഹ ബൈനഹുമ, അവർക്കിടയിൽ നന്നാക്കുന്നതിന് കുഴപ്പമില്ല. സുൽഹൻ ഒരു ഉടമ്പടി. സ്വലഹയുടേത് യസ്ലഹൂന്നല്ലേ? സ്വലഹ യസ്ലഹു, അസ്ലഹ യുസ്ലിഹു. അസ്ലഹ യുസ്ലഹു ഇസ്ലാഹ്. സ്വലഹ നന്നായി. അതിന്റെ മസ്ദറാണോ സുൽഹൻ എന്ന് പറയുന്നത് അല്ലെ? സ്വലഹയുടെ മസ്ദർ. സ്വലഹയുടെ മസ്ദറാണ് സുൽഹ്. അപ്പൊ നന്നാകൽ. അസ്ലഹയുടെ മസ്ദർ ഇസ്ലാഹ്. ഇസ്ലാഹ്. അപ്പോ നന്നാകൽ എന്നും അത് സന്ധി, ഉടമ്പടി എന്നൊക്കെ അർത്ഥമുണ്ട്. മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ വാക്ക്. നിങ്ങൾ മലയാളം വാക്ക് പറഞ്ഞ്. സുൽഹിന്റെ മലയാളം വാക്ക്, സുൽഹ് എന്ന വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കുന്നത് രഞ്ജിപ്പ് എന്നാണോ? അല്ലല്ല, സുൽഹ് എന്ന വാക്ക് ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ബാക്കി വാങ്ങാറുണ്ടല്ലോ. അല്ലല്ല, മലയാളത്തിൽ ബാക്കി വാങ്ങാറുണ്ടല്ലോ. ബാക്കി എന്ന് പറഞ്ഞ കാഫല്ലല്ലോ പറയുന്നത്. അതേപോലെ മലയാളത്തിൽ ചക്കയുടെ കായാണ് ഉപയോഗിക്കുന്നത്. ബാക്കി സഖ്യം ഉസ്താദേ, അതാണോ? അത് ട്രാൻസ്ലേഷൻ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ സുല്ലിട്ടെന്ന് പറയും. സുല്ലിട്ടെന്ന് പറയാറുണ്ടോ? കുട്ടികളെ കളിക്കുമ്പോ അത് തന്നെ. അപ്പൊ സുല്ലിട്ടെന്ന് പറയാൻ ഞാൻ തോറ്റു പിന്മാറി എന്നുള്ള അർത്ഥത്തിലല്ലേ? ഇതിന്ന് വന്നാണ് സംഭവം. ഞാൻ സന്ധിയായി, രഞ്ജിപ്പായി. അവര് തമ്മിൽ സുലഹാക്കണം എന്ന് പറയാറുണ്ടല്ലോ. നമ്മൾ മലയാളത്തിൽ അറബി വാക്കാണ് ഉപയോഗിക്കുന്നത്. സുല്ലി എന്ന് പറയുന്ന വാക്ക് അതിൽ നിന്ന് വന്നതാണ്. സന്ധിയാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇവിടെ ഈ സുൽഹൻ എന്ന് പറയാം, അവർക്കിടയിൽ രജ്ഞിപ്പ് ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രജ്ഞിപ്പ് ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയാം, അതായത് പരസ്പരം രജ്ഞിപ്പ് ഉണ്ടാക്കുമ്പോൾ രണ്ട് ഭാഗത്തുനിന്നും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും.
അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അല്ലെങ്കിൽ അവർക്കിടയിൽ ലജ്ജം ഉണ്ടാക്കണം എന്നായിരിക്കും പറയുക. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്വയം അവർക്കിടയിൽ ലജ്ജം ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും എന്ത് ചെയ്യണം? കുറച്ച് ഒരു ഭാഗത്ത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. അതായത് വിട്ടുവീഴ്ച ഇല്ലാതെ ഒരിക്കലും ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റില്ല. പ്രശ്നം, ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന അതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് രണ്ട് കക്ഷികളും നിൽക്കുകയാണെങ്കിൽ ആ പ്രോബ്ലം ഒരിക്കലും തീരില്ല. രണ്ട് കക്ഷിയും പ്രോബ്ലം തുടങ്ങിയ സന്ദർഭത്തിലുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സന്നദ്ധമല്ലെങ്കിൽ എങ്ങനെ പ്രശ്നം തീരും? അത് തീരുമില്ല. അത് ഫിലോസഫി പറയുന്ന ഒരു തത്വമാണ്. ആ പ്രശ്നം ഉണ്ടായ സന്ദർഭത്തിലുള്ള അവസ്ഥയിൽ നിന്നും മാറാൻ സന്നദ്ധമാകണം, എങ്കിലേ പ്രശ്നം തീരുള്ളൂ. താങ്കൾ തീരണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് പറയുക. അപ്പൊ ചില സംഗതികളിലൊക്കെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യതകൾ, കടമകൾ, ഉത്തരവാദിത്തങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. ഒരാൾ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരാള് അയാളുടെ അവകാശങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ടി വരും. എനിക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടതാണ്, നീ എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും പിണക്കം ഉണ്ടാകുന്നത്. എന്ത് ചെയ്യണം? അത്രയും അവകാശം തന്നെ പിടിച്ചിരിക്കരുത്, കുറച്ചങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. അതേപോലെ നിന്റെ കടമയാണ്, അല്ലെങ്കിൽ നിന്റെ കടമയാണ് എനിക്കിത് ചെയ്തു തരേണ്ടത്, അപ്പൊ അവരുടെ ബാധ്യതയാക്കി. അപ്പൊ ആ ബാധ്യതയിൽ എന്ത് ചെയ്യണം? കുറച്ച് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. അവരിങ്ങോട്ട് ചെയ്തു തന്നെ ഒരാൾ ഇങ്ങോട്ട് ചെയ്തു തരേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പരസ്പരം യോജിപ്പില് പോകാൻ പറ്റും. എങ്ങനെ വന്നതാണ്? എന്താണ് കർമ്മണിപ്രയോഗം? എന്ത് പറയും അറബിയിൽ? നമ്മൾ തീരാൻ പോയി. ഇനിയിപ്പോ ടെക്നിക്കൽ വാക്കുകളൊന്നും ബാക്കി വെച്ചില്ല. മജുഹൂലാണ്. അപ്പൊ നമ്മൾ ബക്കറ ആയാലും ആലിമ്രാൻ ആയാലും നിസാവോട് എല്ലാം ഇനി ഇത് ടെക്നിക്കൽ വാക്കുകളൊന്നും നമുക്ക് മറച്ചിരിക്കേണ്ട കാര്യം. അതെല്ലാം എന്ത് ചെയ്യണം? സുല്ലാക്കണം. അപ്പൊ എന്താണ്? പിശുക്ക്. പിശുക്ക്, എന്ന് പറയുന്ന പോലെ പിശുക്ക്. നഫ്സ് എന്താണ്? മനുഷ്യന്റെ മനസ്സ് ഹാജരാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനെ ഹാജരാക്കപ്പെട്ടിരിക്കുന്നു? പിശുക്കിനെ. അത് നമ്മുടെ മനസ്സിൽ എന്താണ്? പിശുക്ക് എപ്പോഴും അത് ജന്മന ഉള്ളതാണെന്ന് വിചാരിച്ചു. വിട്ടുവീഴ്ച ചെയ്യാനും മനസ്സില്ല. വിട്ടുവീഴ്ച ചെയ്യാൻ ഒരിക്കലും മനസ്സുണ്ടാവില്ല. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്റെ അവകാശമാണ്, എനിക്കത് കിട്ടണം എന്നാണ് പറയുന്നത്. എനിക്കൊരു നയാ പൈസ ഇപ്പൊ നയാ പൈസ ഇല്ല, ഇപ്പൊ എല്ലാം പുരാന പൈസയാണ്. ഒരു പൈസ പോലും ആണെങ്കിലും എനിക്കത് കിട്ടിയിരിക്കണം എന്ന അവകാശത്തിലായിരിക്കും. ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ അങ്ങനെ ആ സംഭവം ഇതിനെയാണ് വഹ്ദറത്തുൽ അൻഫുസ് ശുഹ. പിശുക്കിന് എന്ത് ചെയ്യണം? വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക. ബാക്കി എന്താ? ഖുർആൻ വായിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ ഇനി എന്താണ്? സ്പീഡ് കൂട്ടി വായിക്കണം. ഇനി സ്പീഡ് കൂട്ടി വായിക്കണം. വായിക്കുമ്പോൾ വേഗതയിൽ വായിക്കുന്നതോടൊപ്പം ആശയം മനസ്സിലാക്കുന്നത് നോക്കണം. വേഗതയിൽ വായിക്കുന്നതോടൊപ്പം ആശയം മനസ്സിലാകുന്നതുകൊണ്ടാണ് എന്നാണ് നോക്കേണ്ടത്. ഇപ്പം വേഗം വായിക്കണം എന്ന് വിചാരിച്ച് റമദാനിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? അർത്ഥം തീർക്കാൻ വേണ്ടി വായിക്കണ്ട, ആശയം മനസ്സിലാക്കാൻ വേണ്ടി വായിക്കുക. എന്നിട്ട് നോട്ട്ബുക്ക് എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഈ പേജിൽ നമ്മൾ എന്ത് പുതിയ മനസ്സിലാക്കി കാര്യം ചെയ്യുക. ആശയമാകട്ടെ, വ്യാകരണമാകട്ടെ, വാക്കിന്റെ വിശകലനമാകട്ടെ, എന്തായിരുന്നു നോട്ട്ബുക്ക്. അടുത്ത റമദാൻ കഴിയുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പിലുണ്ട്. ഞാനിതിന്റെ ഇങ്ങനെയാണ് വായിച്ചത്. ഓരോരുത്തരും ഗ്രൂപ്പിലിടുക അപ്പോഴെപ്പോഴും. അപ്പൊ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. അപ്പൊ മനുഷ്യന്റെ മനസ്സിൽ എന്ത് ചെയ്യാണ്?
മനുഷ്യന്റെ മനസ്സിൽ കുടികൊള്ളുകയാണ് എന്ത് ബുഖൽ അല്ലെങ്കിൽ ശുദ്ധ പിശുക്ക്. ആ ആര് ഏതൊരുവൻ യൂക്ക ശുഖ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. എനിക്ക് തോന്നുന്നത് സൂറത്ത് തലാഖിലാണ് ആ ഭാഗത്തോടെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഹശർ ആ ഭാഗത്ത്. വഇൻ തുഹ്സിനു വതത്തഖു ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. ഇൻ തുഹ്സിനു അപ്പൊ എന്ത് ചെയ്യണം? ഇഹ്സാൻ ചെയ്യണം. ആ ഇഹ്സാൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നേരത്തെ എവിടെ പഠിച്ചല്ലോ, സുമ്മത്തഖൗ വആമനു സുമ്മത്തഖൗ വഅഹ്സനു. അടുത്ത സൂറത്തിലാണ് വരുന്നത്. വിശ്വസിക്കുകയും അതല്ലല്ലോ സൽക്കർമ്മം സൂറത്ത് മാഇദയിൽ വരുന്നുണ്ട്. അൽ മാഇദയിൽ വിശ്വസിക്കുക, സൽക്കർമ്മം ചെയ്യുക, സുമ്മത്തഖൗ പിന്നെ എന്ത് ചെയ്യണം? തഖ്വ ചെയ്യുക. പിന്നെയും പറയുന്നത് സുമ്മത്തഖൗ വആമനു, പിന്നെ എന്ത് ചെയ്യണം? തഖ്വ ചെയ്യണം, വിശ്വസിക്കുക, വആമനു പിന്നെയും ഈമാൻ വർദ്ധിപ്പിക്കണം, സുമ്മത്തഖൗ വഅഹ്സനു പിന്നെ എന്ത് ചെയ്യണം? തഖ്വ ഉണ്ടാകണം, പിന്നെയും എന്ത് ചെയ്യണം? ഇഹ്സാൻ ചെയ്യണം. അപ്പൊ അവസാനമാണ് ഇഹ്സാൻ വരുന്നത്. വഇൻ തുഹ്സിനു വതത്തഖു, നിങ്ങൾ ഇവിടേക്ക് എന്താണ്? സുഹൃതം ചെയ്തു എന്ന അർത്ഥം മാത്രമാണ്. ഇഹ്സാൻ ഉണ്ടായിരിക്കുക, തഖ്വ അള്ളാഹെ പേടിച്ച് ചെയ്യുന്ന സംഭവത്തിന് അപ്പുറം അള്ളാഹുമായി മഹബത്ത് കൊണ്ട് ചെയ്യുന്ന സംഭവം ഉണ്ടാകും. ഒരാളെ സ്നേഹിച്ചത് കൊണ്ട് നാം അവർക്ക് ചെയ്തു കൊടുക്കുന്ന സംഗതി ഉണ്ടാകുമല്ലോ. സ്നേഹിച്ചത് കൊണ്ട് നാം ചെയ്തു കൊടുക്കുന്നത് എന്തൊക്കെ ആയിരിക്കും? നമ്മൾ അങ്ങോട്ട് ഒരുപാട് ഗിഫ്റ്റുകൾ ചെയ്തു കൊടുക്കും അല്ലെ? പലപ്പോഴും പല നിലയ്ക്കും ഗിഫ്റ്റ് കൊടുക്കും. അയാൾ പണക്കാരനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗിഫ്റ്റ് കൊടുക്കും, വീണ്ടും കൊടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കും, പല നിലയ്ക്കും കൊടുക്കും. ചിലപ്പോൾ ഡ്രസ്സ് കൊടുക്കും, ചിലപ്പോൾ പണം കൊടുക്കും, ചിലപ്പോൾ മധുരപദാർത്ഥങ്ങൾ കൊടുക്കും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആഹാരം കൊടുക്കും, ചിലപ്പോൾ സദ്യ നടത്തും, ചിലപ്പം വാഹനം വാങ്ങിക്കൊടുക്കും, ചിലപ്പോൾ വീട് വാങ്ങിക്കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ അള്ളാഹെ പേടിച്ചാൽ എന്ത് ചെയ്യും? അള്ളാഹെ പേടിച്ചാൽ അള്ളാഹ് എന്താണോ കൽപ്പിക്കുന്നത് അത് മാത്രമേ ചെയ്യുള്ളൂ. അള്ളാഹെ പേടിക്കുന്നവര് അള്ളാഹ് കൽപ്പിച്ചത് എന്താണോ അത് മാത്രം ചെയ്യും. അള്ളാഹ് നിസ്കരിക്കാൻ പറയും, നിസ്കരിക്കാം. ഉറക്കെ നനച്ച് വേഗം കണ്ണൊക്കെ തിരുമ്മിയിട്ട് നിസ്കരിക്കാൻ പോവാം. അതേസമയം ഇഹ്സാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കിടക്കയിൽ നിന്നും അവരുടെ പാർശ്വങ്ങൾ എന്ത് ചെയ്യും? അകന്നു പോകും ഓട്ടോമാറ്റിക്കലി. അപ്പൊ ഇഹ്സാൻ വരും. അപ്പൊ വഇൻ തുഹ്സിനു വതത്തഖൂ, നിങ്ങൾ ഭയപ്പെടുകയും അതേപോലെ അള്ളാഹുവിനോട് ഇഹ്സാനിയത്ത് ഉണ്ടാവുകയും ചെയ്താൽ, ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ ഉണ്ടാവുകയും ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് അവിടെ എന്താണ്? അണ്ടർസ്റ്റുഡ് ആണ്. ബാക്കി പിന്നെ എന്താ പറയുന്നത്? ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. ഖബീറ എന്ത് എങ്ങനെയാണ് നസ്ബ് വന്നത്? കാനയുടെ ഖബറാണ്. അതിനിടയിൽ പറഞ്ഞ ബിമാ തഅമലൂന എന്താണ്? വിശദീകരണമാണ്. ഇന്നല്ലാഹ ഖബീറ എന്നാണ്. ഇന്നല്ലാഹ കാന ഖബീറ എന്നതാണ് എന്ത് ആ വാക്യം. ഇന്നല്ലാഹ കാന ഖബീറ. ബിമാ തഅമലൂന എന്തിനെ കുറിച്ചാണ് ഖബീർ ആയിരിക്കുന്നത്? അത് വിശദീകരണമാണ് ബിമാ തഅമലൂന. ഇനി ഇന്നയുടെ ഇസ്മാണ് ലഫ്ദുൽ ജലാലത്ത്, അള്ളാഹ് എന്ന പദം. പിന്നെ എന്ത് ചെയ്തു? കാന ഖബീറൻ എന്നത് എന്താണ്? ജുംല ഖബറാണ്. ആ ജുംല എന്താണ്? ഇന്നയുടെ ഖബറാണ്. അപ്പൊ പിന്നെ ഇന്നയുടെ ജുംല എന്തെങ്കിലും ആ സ്ഥാനത്ത് വരുമ്പോഴത്തേക്കും അവിടെ അതിന്റെ അടയാളങ്ങളൊന്നും നോക്കേണ്ടതില്ല. അല്ലാഹു കാന ബിമാ തഅമലൂന ഖബീറ, അല്ലാഹ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചെല്ലാം സുവ്യക്തമായി അറിയുന്നവനാണ്. ഖബീർ ഞാൻ എന്താ അർത്ഥം പറഞ്ഞെന്ന് ഓർമ്മയുണ്ട്? ഖബറിന്റെ പിന്നിലുള്ള ഖബർ അറിയുന്നവനാണ് ഖബീർ. ഖബർ വാർത്ത അല്ലെ? ഖബർ വാർത്ത, ഖബറിന്റെ പിന്നിലുള്ള ഖബർ ഉണ്ടാകും, അതാണ് ഖബീർ. ഒരാളൊരു കാര്യം ചെയ്തു, അതിനെ കുറിച്ചാണ് നമുക്ക് വിവരമുള്ളത്. പക്ഷെ അയാൾ എന്തുകൊണ്ട് ചെയ്തു എന്ന് അയാളുടെ മനസ്സിന്, അയാളുടെ നിയ്യത്ത് എങ്ങനെ അറിയാൻ പറ്റും? ആർക്കറിയാൻ പറ്റും? അള്ളാഹ് മാത്രം അറിയാം. ഏത് മനസ്ഥിതിയോടുകൂടിയാണ് അയാൾ ചെയ്തത് എന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയാൻ പറ്റൂ.
പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. വലൻ തസ്തതിഉ അൻ തഅദിലു ബൈന നിസാഇ വലൗ ഹറസ്തും. വലൻ തസ്തതിഉ അൻ തഅദിലു ബൈന നിസാഇ. അപ്പൊ ഈ അന്നിസാ എന്ന് പറഞ്ഞത് ഇവിടെ എന്താണ്? പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ചാണ്. ബൈന നിസാഇ, ഒന്നിലധികം സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ, ലൻ തസ്തതിഉ, സാധ്യമാകുന്നില്ല. ലൻ തസ്തതിഉ നമ്മൾ ഇതേപോലെ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ സൂറത്തിൽ. നിങ്ങൾക്ക് കഴിയില്ല എന്നർത്ഥം. എവിടെ പഠിച്ചത്? നിങ്ങൾക്ക് അതിന് കഴിയുകയില്ലെങ്കിൽ അതിന് കഴിയുകയില്ല. ലൻ തസ്തതിഉ വലൻ തസ്തതിഉ. ലം തസ്തതിഉ, അവിടെ ലം വന്നപ്പോഴത്തേക്ക് എന്തായി? മാളിയുടെ മീനിങ് ആയി. നിങ്ങൾക്ക് അങ്ങനെ സാധിച്ചിട്ടില്ല എങ്കിൽ. വലൻ തസ്തതിഉ, ഭാവിയിൽ സാധിക്കുകയുമില്ല. വലൻ തസ്തതിഉ, സാധിക്കുകയില്ല, നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പൊ എന്താണ് അതിന്റെ മാളി മുഫ്രദ്? ഇസ്തതാഅ യസ്തതിഉ, സാധ്യമായി. ഇസ്തതാഅ യസ്തതിഉ, സാധ്യമായി. എവിടെയെങ്കിലും പഠിച്ചാ നമ്മൾ ഇസ്തതാഅ? ഇവിടെ ഫൈനലില്ല? മുമ്പേ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായാലും പഠിച്ചിട്ടുണ്ടാവും എന്റെ ഓർമ്മ. ഫൈനലില് അതെ, ഇസ്തഖാമയുടെ കൂടെ ഫൈനലിലും ഉണ്ട് ഇസ്തതാഅ. അപ്പൊ ലൻ തസ്തതിഉ, നിങ്ങൾക്ക് സാധിക്കുകയില്ല. ലൻ വന്നുകൊണ്ട് എന്ത് ചെയ്തു? അൽ ഖംസയിൽപ്പെട്ടതായതുകൊണ്ട് നൂന് പോയി. അൻ തഅദിലു, അവിടെയും അത് തന്നെയാണ്. അന്നും ലന്നും നവാസിബിൽപ്പെട്ടതാണ്. നസ്ബ് ചെയ്യുന്നവ. നസബ നസ്ബ് ചെയ്തു, നവാസിബ് നസ്ബ് ചെയ്യുന്ന വാക്ക്, പദം നവാസിബിൽപ്പെട്ടതാണ് ലന്നും അന്നും. അപ്പോ തഅദിലൂനയിലെ അൽ ഖംസയിൽപ്പെട്ടതായതുകൊണ്ട് നാ പോയി. അതിന് പകരം ബഹുവചനമായതുകൊണ്ട് അലിഫിനെ വെച്ചിട്ടുമുണ്ട്. ലൻ തസ്തതിഉ അൻ തഅദിലു, രണ്ട് സ്ഥലത്തുണ്ട്. ബൈനൻ നിസാഇ, ഭാര്യമാരുടെ കാര്യത്തിൽ. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിന്നാണ്. ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തഅദിലു എന്ന് പറഞ്ഞാൽ എന്താണ്? അദല യഅദിലു, നീതി പാലിച്ചു. അൻ തഅദിലു ബൈനൻ നിസാഇ, സ്ത്രീകൾക്കിടയിൽ നീതി പാലിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ എന്നല്ല. ലൻ തസ്തതിഉ, നിങ്ങൾക്ക് കഴിയുകയില്ല. അൻ തഅദിലു ബൈനൻ നിസാഇ, സ്ത്രീകൾക്കിടയിൽ നീതി പുലർത്തുവാൻ. പെണ്ണുങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുകയും വേണ്ടെന്ന്. അങ്ങനെയില്ലേ? ഇപ്പൊ ആണുങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് സ്ത്രീകൾക്കിടയിൽ 100% നീതി പാലിക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ സ്ത്രീകൾ എന്ത് മനസ്സിലാക്കണം? അങ്ങനെ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള സംഭവം കിട്ടൂല. മറിച്ച് എന്താണ്? ദ്രോഹകരം ആകരുത് എന്ന് മാത്രമേ ഉള്ളൂ. വ്യത്യസ്ത വ്യക്തിത്വങ്ങളാകുമല്ലോ അല്ലെ? അതെ, വ്യത്യസ്ത വ്യക്തിത്വങ്ങളാകും, വ്യത്യസ്ത ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒരാൾ ആശുപത്രി കൊണ്ടുപോയി മറ്റേ ആശുപത്രി കൊണ്ടുപോകണം അതിന്റെ അർത്ഥം. ഒരാൾക്ക് സർജറി നടത്തി 2 ലക്ഷം രൂപ വരെ ആയി. എന്ത് ചെയ്യണം? പിന്നെ എനിക്കും 2 ലക്ഷം രൂപ ചെലവാക്കാം. അത് സാധ്യമല്ല. അപ്പൊ അങ്ങനെ സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ ഉണ്ടാകാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും, അങ്ങനെ മാനസികമായി പോലും അങ്ങനെ ചെയ്ത് സാധ്യമായിക്കൊള്ളണമെന്നില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും. ഹറസ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, സൂറത്ത് ആലി ഇംറാനിൽ ഉണ്ടായിരുന്നു എനിക്ക്. അഹ്റസൻ നാസി അലാ ഹയാത്തിൻ എന്ന് പറഞ്ഞ ഏത് സൂറത്തിലാ?
ഹ്റസ്, അത്യധികം ആഗ്രഹമുള്ളവൻ, ആഗ്രഹിക്കണം. ആർത്തിയുള്ളവൻ. ഹറസ ആഗ്രഹിച്ചു. അപ്പൊ വലോ ഹറസ്തും, നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചാൽ പോലും, നീതി പാലിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും അത് നിങ്ങൾക്ക് കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നീതി പാലിക്കാൻ കഴിയുകയില്ല, തോന്നിയ പോലെ ചെയ്യണം എന്നല്ല, അതിനുള്ള ലൈസൻസ് അല്ല ഇത്. മറിച്ച് എന്താണ്, സാഹചര്യം പറയുകയാണ്. ഒന്ന് മനുഷ്യന്റെ മനസ്സ്, മറ്റൊന്ന് അവസ്ഥകളും സാഹചര്യങ്ങളും റിക്വയർമെന്റുകളും ആവശ്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവം രണ്ടു കൂട്ടരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാ പറഞ്ഞിട്ടാണ്. പക്ഷെ എന്നാൽ നീതി പാലിക്കണം. എന്നിട്ട് എന്ത് പറഞ്ഞു? ഫലാ തമീലു, തമീലു. അപ്പൊ എന്തായിരിക്കും എന്റെ മാവി? മാലേമീലു മൈലും. മൈൽ ഇവിടെ ഉണ്ട്. മാലേമീലു മൈൽ, മല ചാഞ്ഞു, ചരിഞ്ഞു. ഫലാ തമീലു, നിങ്ങൾ ചായരുത്. ഇവിടെയും അഫ്ആൽ ഖംസയിലെ നൂന് പോയതാണ് സംഭവം. പക്ഷെ നമ്മളിത് വിരോധക്രിയയായിട്ടാണ് നമ്മൾ പഠിച്ചത്. എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് അവിടെ ഒരു വിരോധക്രിയയും കൂടെ കൊണ്ട് വെച്ചതാണ്. അല്ലാതെ ആണെങ്കിൽ ഷർഫ് പഠിക്കുന്നവർ, അല്ലെങ്കിൽ അതിന്റെ ഗ്രാമർ പഠിക്കുന്നവർ, കൺജുഗേഷൻ പഠിക്കുന്നവർ, പട്ടിക പഠിക്കുന്നവർ, അത് വേറെ ഒരു ടേബിളായിട്ട് പഠിക്കണം. പിന്നെ അതിനെന്തുകൊണ്ട് പിന്നെ നൂന് പോയി എന്നൊക്കെയാണ് പഠിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു? അത് ചെറുപ്പത്തിൽ തന്നെ, അല്ലെങ്കിൽ പ്രാഥമിക ക്ലാസ്സുകളിൽ തന്നെ അതവിടെ ഇങ്ങനെ അങ്ങ് പഠിക്കുകയാണ്, കുട്ടികൾ പറയുന്നത് പോലെ. അപ്പൊ ഇവിടെയും എന്ത് ചെയ്യുന്നു? ലാ തമീലു. അപ്പൊ എന്താണ്? പിന്നെ നമ്മൾ ജവാസിമുകൾ പഠിച്ചു. ലമ്മിന്റെ സഹോദരിമാര് അതൊക്കെയാ ജസ്മി ചെയ്യുന്ന, സുക്കുൻ വരുത്തുന്ന, അന്ത്യത്തിൽ ക്രിയയുടെ അന്ത്യത്തിൽ സുക്കുൻ വരുത്തുന്നത് ഏതൊക്കെയാണ്? പിന്നെ ലാമുൽ അംർ, പിന്നെ ലന്നാഹിയ. അപ്പൊ ഇത് ഏത് ലായാണ്? ഇത് ലാ അന്നാഹിയ, ജിൻസിൽപ്പെട്ട ലാ അല്ലേ? ലാ അന്നാഹിയ, വിരോധക്രിയയുടെ നായാണ്. മറ്റേന്താണ്? നഫിയുൽ ജിൻസ് എന്നാണ്. നഫായാണ്. ഇവിടെ നഹായ, വിലക്കി. ലന്നാഹിയ, വിലക്കുന്ന ലാ. അപ്പൊ വിലക്കുന്ന ലാ വരുമ്പോഴത്തേക്ക് എന്താവും? അവസാനം ജസ്മിയാണ് നാ പോയത്, ഹംസയുടെ നാ പോയത്. എല്ലാ തമീലു, നിങ്ങൾ ചായരുത്. കുല്ലൽ മൈലി, പൂർണ്ണമായ ചായരുത്. കുല്ലൽ മൈലി. അപ്പൊ ഇവിടെ മസ്ദർ പറഞ്ഞിരിക്കുന്നത് അതിനെ എന്ത് ചെയ്യാൻ വിശദീകരിക്കുകയാണ്. പുല്ല് ഉപയോഗിച്ചുകൊണ്ടതിന് കുല്ലൽ മൈലി, പൂർണ്ണമായ ചായാൻ പാടില്ല. തദറുഹ, തദറുവിന്റെ പൂർണ്ണഗതി എന്താ? വദറല്ല, വദീറ. അപ്പൊ അതിന്റെ മാവി എവിടെയൊക്കെ കാണും? വദീറയുടെ മാവി എവിടെയൊക്കെ ഉണ്ട്? അവിടെ. അപ്പം വദീറ എന്നുള്ള ജായാണ് ഇവിടുത്തെ മാവി വരുമ്പോ. ഇനി അങ്ങനെയാണെങ്കിൽ പോലും അവിടെ ആ വാസിലത്തിന് എവിടെ മാവി ഉള്ളത്? പറയുന്നതിൽ എവിടെയെങ്കിലും ഒരു യോജിപ്പുണ്ട്. ഒന്നിൽ ഈ അക്ഷരം കറക്റ്റാണ്, അല്ലെങ്കിൽ അതിന്റെ ഗ്രാമർ, അതിന്റെ ടെൻസ് കറക്റ്റ് ആവണം. ഇത് രണ്ടും ഇല്ല. ലാ തസിറു എന്ന് പറഞ്ഞിടത്ത് എന്താ? ലസായാണ്. സഞ്ചബിയുടെ സൈത്തൂന്റെ സയാണ്. ഇവിടെ എന്താണ്? വദീറ യദറു. വദീറയുടെ മാവി എവിടെ ഉണ്ടാവും? വദീറയുടെ മാവി നമ്മൾ പഠിച്ചായിരുന്നോ? മാവി ആയിട്ട് ഒരു നമ്മൾ പഠിച്ചുള്ളൂ. ഇതിന്റെ ടേബിൾ പഠിച്ചില്ല. നമ്മൾ പഠിച്ചാലോ? വദീറ, വദീറു, വദീർത്ത, വദീർത്തും പഠിച്ചായിരുന്നോ? ഖുറാനിലല്ല, മാവിഹ. അവര് അറബികൾ മൊത്തം അതിന്റെ മാവിയെ കൊന്നു കളഞ്ഞെന്നാ പറഞ്ഞു. അതിന്റെ മാവി പ്രയോഗത്തിലില്ല.
അപ്പൊ അതേപോലെ മുലാരി പ്രയോഗത്തില്ലാത്ത ഒരു ക്രിയ നമ്മൾ പഠിച്ചു. മാളി പ്രയോഗത്തില്ലാത്ത ക്രിയയാണ് വദിറ 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 യദറു. മുലാരിയ പ്രയോഗത്തില്ലാത്ത ഒരു ക്രിയ പഠിച്ചായിരുന്നു. മുലാരി പഠിക്കാത്ത ഏതെങ്കിലും ക്രിയ ഉണ്ടോ? ടേബിൾ എഴുതി നോക്കണം. ലൈസയുടെ മുലാരി എന്താ? ഇല്ല. ലൈസ ലൈസ മറ്റേ മുലാരിയാണ്. ലൈസയ്ക്ക് മുലാരി ഇല്ല. അതേപോലെ വജിറയ്ക്ക് മാവിയുമില്ല. അതെ, മാവി പ്രയോഗത്തില്ല. നമ്മൾ പറയാൻ വേണ്ടി മാത്രം വജിറ എന്ന് പറയുന്നത് മാത്രമേ. അപ്പോ ഫതദറുഹ ലാ തമീലു കുല്ലൽ മൈലി, നിങ്ങൾ പൂർണ്ണമായ ചായരുത്. ഫ അങ്ങനെ തദറുഹ അവളെ ഒഴിവാക്കുകയും ചെയ്യരുത്. അപ്പോ ലാ തമീലു കുല്ലൽ മൈലി, പൂർണ്ണമായും ഒരാളോട് ചായരുത് എന്ന്, വിഭാഗത്തോട് ചായരുത്. ഫതദറുഹ മറ്റവളെ ഒഴിവാക്കിക്കൊണ്ട്. കൽ മുഅല്ലഖതി, ഫതദറുഹ മറ്റേയാളെ ഒഴിവാക്കിക്കൊണ്ട്. കൽ മുഅല്ലഖ, മുഅല്ലഖത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മുഅല്ലഖാത്തു സബ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. തളച്ചിടരുത്, കെട്ടിയിടരുത് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ട്രാൻസ്ലേഷൻ ഒരുപാട് വായിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വാക്കുകൾ. അലക്കയുടെ പേടെന്ന് വന്നാണോ? അല്ലക്ക, അലക്ക എന്നെന്താണ്? ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഒട്ടിപ്പിടിക്കുന്നത്. അല്ലക്ക എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിപ്പിച്ചു. അൽക്ക എന്ന് പറഞ്ഞാല് ച്യൂയിംഗം. അതില് ഗ്ലൂ ഉള്ളത് കൊണ്ടാണ് അൽക്ക എന്ന് പറയുന്നത്. അലക്ക് അങ്ങനെയാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നും മനുഷ്യനെ ശ്രദ്ധിച്ചു. ഇനി ആ ഒട്ടിപ്പിടിക്കുന്ന സംഭവം എന്ന് പറഞ്ഞത് മനസ്സിലായില്ലായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്ക്. ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നും മനുഷ്യനെ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലായില്ല. അങ്ങനെയാണ് അത് പിന്നെ രക്തപിണ്ഡത്തെ ആക്കിയത്, രക്തപിണ്ഡമാക്കി. അത് ഗർഭാശയത്തിൽ എന്ത് ചെയ്യാണ്? സൈഗോട്ട് ഗർഭാശയത്തിൽ അള്ളി പിടിച്ചിരിക്കുകയാണ്. അവിടെ ഡിപ്പെൻഡ് ചെയ്ത് എങ്ങനെയാണ്? ഇപ്പിൾ പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഖലഖൽ ഇൻസാന മിൻ അലഖ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ അല്ലഖ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിച്ചു, കെട്ടിയിട്ടു. അതിനാണ് നിങ്ങൾ സംസ്കൃതത്തിൽ തളച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പൊ തദറുഹ രണ്ടാമത്തെവളെ അല്ലെങ്കിൽ മറ്റവളെ ഒഴിവാക്കി, അങ്ങനെ ഒഴിവാക്കാനുള്ള സാഹചര്യവും ഉണ്ടാകരുത്. കൽ മുഅല്ലഖതി ബന്ധിക്കപ്പെട്ടവൾ. അല്ലഖ ബന്ധിച്ചു. മുഅല്ലിഖുൻ മുഅല്ലിഖുൻ എന്ന് പറയുമ്പോൾ ബന്ധിക്കുന്നവൻ, മുഅല്ലഖുൻ ബന്ധിക്കപ്പെട്ടത്. മജ്ഹൂലാണോ? ഈ മജ്ഹൂലാണ് സംഭവം. യഥാർത്ഥത്തില് ഈ നമ്മൾ പറയുന്ന പിന്നെ ഇതുണ്ടല്ലോ, എന്താന്ന് പറയാ, ഫാഇൽ വരുമ്പോൾ അത് പിന്നെ കർത്തരി പ്രയോഗത്തിന്റെ കർത്താവാണ് ഫാഇൽ. കർമ്മണി പ്രയോഗത്തിന്റെ കർത്താവാണ് മഫ്ഊല്. ഫാഇൽ പ്രവർത്തിക്കുന്നവൻ, മഫ്ഊല് പ്രവർത്തിക്കപ്പെടുന്നവൻ. ഫഅല പ്രവർത്തിച്ചു, ഫുഇല പ്രവർത്തിക്കപ്പെട്ടു. അപ്പൊ ഈ മഫ്ഊലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ പട്ടികയെ കൂടെ ചേർത്തിട്ട് ആ വാക്കുകൂടെ നമ്മൾ പഠിക്കുന്നത്. കാരണം അതിൽ പെടുന്ന ഈ പ്രവർത്തിക്കപ്പെട്ടു എന്ന വാക്ക് പലപ്പോഴും ഉണ്ടാകും. ഇസ്മുൽ മഫ്ഊല് പ്രയോഗത്തിലുണ്ടാവും. അപ്പൊ അത് നമ്മൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ് അത് അവിടെ കൊണ്ട് പട്ടികയിൽ ചേർത്ത്. അപ്പൊ തദറുഹ കൽ മുഅല്ലഖത്ത് ഇസ്മുൽ മഫ്ഊലാണ്. ഇസ്മുൽ ഫാഇല്, അപ്പൊ രണ്ടും ഒന്നാണോ ഉസ്താദേ? ഈ ഇപ്പൊ രണ്ട് പറഞ്ഞത് ഒന്ന് തന്നെയാണോ? മജ്ഹൂലും മജ്ഹൂലിന്റെ ഫാഇലിന് എന്താ പറയാ? ഇസ്മുൽ മഫ്ഊൽ എന്നാ പറയാ. പ്രവർത്തിക്കപ്പെട്ടവൻ. നുസിറ സഹായിക്കപ്പെട്ടു. അപ്പൊ നുസിറ സഹായിക്കപ്പെട്ടു, സഹായിക്കപ്പെട്ടവൻ എന്ത് പറയും? മൻസൂർ എന്ന് പറയും അല്ലേ? മൻസൂർ സഹായിക്കപ്പെട്ടവൻ. നസറ സഹായിച്ചു, സഹായിച്ചവൻ എന്നെന്ത് പറയും? നാസിർ.
നാസിർ. ഇത് ഇസ്മുൽ മഫ്ഊല്. ഇത് ഇസ്മുൽ മഫ്ഊല്, മറ്റേത് ഇസ്മുൽ ഫാഇൽ. ഓക്കെ. ഇതിന് മജ്ഹൂൽ എന്ന് പറയില്ല. കാരണം എന്ന് പറഞ്ഞാൽ മജ്ഹൂൽ എന്ന് പറയുന്നത് ഫിഅലിന്റെ രൂപത്തിനെയാണ് മജ്ഹൂൽ എന്ന് പറയുന്നത്. എന്താണ് അൽ ഫാഇൽ മജ്ഹൂൽ, കർത്താവ് അവ്യക്തമായതിനെയാണ് മജ്ഹൂൽ എന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഇസ്മുൽ മഫ്ഊൽ എവിടെ നിന്ന് വരുന്നു? മജ്ഹൂലായ ഫെയിലിൽ നിന്നാണ് ഇസ്മുൽ മഫ്ഊൽ വരുന്നത്. മഅറൂഫായ ഫെയിലിൽ നിന്നാണ് എന്ത് വരുന്നത്? ഇസ്മുൽ ഫാഇൽ വരുന്നത്. അപ്പൊ ഫഅലയുടെ കർത്താവ് ഫാഇൽ, ഫുഇലയുടെ കർത്താവാണ്. ഫുഇലയുടെ കർത്താവ് എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ മഫ്ഊൽ ബിഹിയാണ്. ഇസ്മുൽ മഫ്ഊൽ ബിഹി അല്ല, ഇസ്മുൽ മഫ്ഊൽ എന്നാണ് പറയുക. അതാണ് മഫ്ഊൽ, അല്ലെങ്കിൽ അതെ മഫ്ഊൽ. അവന് ഇസ്മുൽ മഫ്ഊൽ എന്നാണ് പറയുക. അപ്പൊ നസറയെ പത്തഹ എടുത്താലും നമുക്ക് അറിയാൻ പറ്റും. നസറ സഹായിച്ചു, നാസിറും സഹായിക്കുന്നത്. നുസിറ സഹായിക്കപ്പെട്ടു, മൻസൂറും സഹായിക്കപ്പെട്ടവൻ. അപ്പൊ അതിനെന്തുകൊണ്ട് പിന്നെ മഅറൂഫ് എന്നും മജ്ഹൂൽ എന്നും പറയുന്നില്ല? ഇസ്മുൽ ഫാഇലിനെ മഅറൂഫ് എന്ന് പറയാറില്ല. ഇസ്മുൽ ഫാഇലിന് ഇസ്മുൽ ഫാഇൽ എന്ന് തന്നെയാണ് പറയുന്നത്. അതേപോലെ ഇസ്മുൽ മഫ്ഊലിന് അവിടെ മജ്ഹൂൽ എന്ന് പറയില്ല. കാരണം മജ്ഹൂൽ എന്ന് പറയുന്നത് ഫിഇലിനാണ് ബാധകമാകുന്നത്. ഫിഇലായിരിക്കുന്ന അവസ്ഥയിലാണ് മജ്ഹൂലും മഅറൂഫും ബാധകമാകും. മജ്ഹൂലിന്റെ ഓപ്പോസിറ്റ് ആണ് മഅറൂഫ് കേട്ടോ. ഫിഇൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയപ്പെട്ടത്. നസറ എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയപ്പെട്ട ക്രിയ. നുസിറ എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയപ്പെടാത്ത ക്രിയ. കൽ മുഅല്ലഖത്തി, അപ്പൊ കെട്ടിയിടപ്പെട്ടവളെ പോലെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട്, പൂർണ്ണമായും ഒരാളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റാളോട് പൂർണ്ണമായും ചായരുത്. വഇൻ തുസ്ലിഹു വതത്തഖു ഫഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ. വഇൻ തുസ്ലിഹു, നിങ്ങൾ നന്നാക്കുകയും വതത്തഖു പാലിക്കുകയും അതിന് അതിൻ്റെതായ പ്രയോജനമുണ്ട് എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ ബാക്കി അവിടെ ചെയ്തു അണ്ടർസ്റ്റുഡ് ആക്കി. ഇവിടെ കാനയുടെ ഇസ്മ ഏതാ വരാ? കാനയുടെ ഇസ്മ ഏതാ? കാനയിലുള്ള ഹുവ. കാന ഗഫൂറർ റഹീമ. ചോദിച്ച ആളാരാ? നിങ്ങൾ ചോദിക്ക്, നിങ്ങളെ പേര് കാണട്ടെ. മനസ്സിലായോ? നമ്മൾ ഇന്നഹു കാന തവ്വാബ പറഞ്ഞായിരുന്നു. ഇന്നഹു കാന തവ്വാബ പറഞ്ഞിട്ടുണ്ട്. കാന പഠിപ്പിക്കുന്നിടത്ത് തന്നെ അതിൽ തന്നെ കാനയുടെ ഒന്നാം ഭാഗം ലമീർ ആയിട്ടുള്ള സർവനാമമായിട്ടുള്ള ആ കാനയിലുള്ള സർവനാമമായിട്ടുള്ള ഉദാഹരണങ്ങൾ പഠിച്ചു. ഓക്കെ. അപ്പൊ ഇവിടെ കാന ഗഫൂറർ റഹീം. അല്ലെങ്കിൽ കാന, പിന്നെ കാനയുടെ ഇസ്മ ലഫ്ദുൽ ജലാലത്ത് ആയി വരുന്ന അവസ്ഥയാണെങ്കിൽ കാനയുടെ ശേഷം ലഫ്ദുൽ ജലാലത്ത് പറയും. ലഫ്ദുൽ ജലാലത്ത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാനയുടെ അകത്തുള്ള സർവനാമമാണ് അതിന്റെ ഒന്നാം ഭാഗം, അഥവാ കാനയുടെ ഇസ്മ. ഗഫൂറൻ അതിന്റെ എന്താണ്, അതിന്റെ ഖബറാണ്. റഹീമൻ അതിന്റെ ബദലാണ്. وإن يتفرقا يغني الله كلا من سعته. അപ്പൊ ഇവിടെയൊക്കെ പറഞ്ഞു വരുന്നത് എന്താണ്? ഇനിമ്രഅത്തുൻ ഖാഫത്തു മിൻ ബാലിഹായുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം. എന്ത് ചെയ്യണം? വിട്ടുവീഴ്ച ചെയ്യണം. അതിന് ബഹുഭാര്യത്വം കൊണ്ടാണോ അങ്ങനെ പ്രശ്നമുണ്ടായത്? അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അവിടെ അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഒരാൾക്കും പൂർണ്ണമായും ഈ പറഞ്ഞതുപോലെ നീതി പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവരുടെ മാനസികമായ കാര്യങ്ങളുടെയും അതേപോലെ തന്നെ ഓരോ വ്യക്തികളുടെയും ആവശ്യവും സാഹചര്യവും പരിഗണിച്ചും അങ്ങനെ കഴിഞ്ഞെന്ന് വരില്ല. അതേസമയം ഒരാളെ കെട്ടിയിടപ്പെട്ട പോലെ ഒഴിവാക്കുകയും മറ്റേ ആളോട് പൂർണ്ണമായും ചായുകയും ചെയ്യാൻ പാടില്ല. പിന്നെ പറഞ്ഞു വൈൻ തുസ്ലഹു വ തത്തഖു. നേരത്തെ പറഞ്ഞു, അതിനു മുമ്പ് പറഞ്ഞു ഇപ്പൊ എന്ത് ചെയ്യണം? അവർ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെ
യോജിപ്പ് രജ്ഞിപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. وإن يتفرقا وإن تصلحوا وتتقوا, ഇവിടെ വീണ്ടും അവസാനം പറയുന്നു وإن تصلحوا وتتقوا, നിങ്ങൾ എന്ത് ചെയ്യണം? യജ്ഞിപ്പ് ഉണ്ടാക്കണം, തത്തക്കു, നിങ്ങൾ തഖ്വ പാലിക്കണം. തഖ്വ പാലിക്കുന്നത് നമസ്കാരത്തിലെ റക്അത്തിലെ എണ്ണവും നമസ്കാരത്തിലെ ദൈർഘ്യവും നമസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകളും നമസ്കാരത്തിലെ തോന്നണോ വേണ്ടേ, അല്ലെങ്കിൽ കൈ കെട്ടണോ വേണ്ടേ, കൈ എവിടെ കെട്ടണം എന്ന വിഷയങ്ങളിൽ മാത്രമല്ല. തഖ്വ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഇരിക്കുന്നതാണ്, വ്യാപിച്ചു കിടക്കുന്ന സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തലാഖ് പറയുന്നിടത്തും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ പറയുന്നിടത്തും ഒക്കെ തഖ്വ ഒരുപാട് പ്രാവശ്യം കാണാൻ. സുഹൃത്ത് തലാഖ് എടുത്ത് നോക്കിയാൽ ഒരുപാട് പ്രാവശ്യം തഖ്വ പറഞ്ഞിരിക്കുന്നതാണ്. ഒരു 2 ചില്ലറ പേജ് ഉണ്ടാകും അല്ലെ, പേജിലാണ് ഈ സൂറത്ത് തലാഖ് ദീർഘിച്ച് കിടക്കുന്നത്. അതിനിടയിൽ തന്നെ പല പ്രാവശ്യം തഖ്വ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തലാഖിനെ കുറിച്ച് പറഞ്ഞിടത്തും അൽ ബഖറയിൽ തലാഖിനെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങളിലും തഖ്വ ആവർത്തി പറഞ്ഞതായി കാണാം. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. അവിടെയൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ തഖ്വ പാലിക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇൻ തുസ്ലിഹു വതത്തഖു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചു പോകാൻ കഴിയും. ഇന്നല്ലാഹ കാന ഗഫൂറൻ റഹീം, അല്ലാഹു പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് ചെയ്ത് കിട്ടും. നിങ്ങൾ കരുണ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹിന്റെ കരുണ നിങ്ങൾക്ക് കിട്ടും. യർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ, ആകാശഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യണം എന്ന് പറഞ്ഞു. ഭാര്യയോടും കരുണ ചെയ്യണം, മക്കളോടും കരുണ ചെയ്യണം, മാതാപിതാക്കളോട് കരുണ ചെയ്യണം. എല്ലാം പരസ്പരം കാരുണ്യത്തിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടതാണ്. കുടുംബ ബന്ധത്തെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ആ കാരുണ്യമാണ്. അവിടെയാണ്. അതുകൊണ്ടാണ് ഇവിടെയും ഗഫൂറും റഹീമും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ പൊരുത്തം ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളെ നടപടിക്രമങ്ങളെല്ലാം ആ കണക്കിലാണെങ്കിൽ അള്ളാഹ് പുറത്തു തരും. അതേപോലെ അള്ളാഹ് പുറത്തു തരും. നിങ്ങളോട് അള്ളാഹ് കരുണ കാണിക്കുന്നു എങ്കിൽ നിങ്ങളും പരസ്പരം കരുണ കാണിക്കണം. ഇനി അവര് പിരിഞ്ഞു. തഫറക്ക വേർപെട്ടു, ഫറക്ക വേർപെടുത്തി, തഫറക്ക വേർപെട്ടു. അപ്പൊ ഇവിടെ തഫറക്കയില് എന്തുണ്ടായിരുന്നു? യതഫറഖാനി ഉണ്ടായിരുന്നു. യതഫറഖാനി എന്നാണ്. അപ്പൊ യഫ്തഹാനി എന്ന് പറഞ്ഞതുപോലെ ദിവചനത്തിന്റെ നൂണ്ട്. അതിനാണ് നമ്മൾ പറഞ്ഞത് ഈ അഫ്ആൽ ഖംസ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അടങ്ങുന്നത് അതില്? ഈന ഊന. അപ്പൊ ഊന അല്ലെങ്കിൽ പിന്നെ ആനി അതിൽ പെട്ട ഒരു സംഭവമാണ്. അതാണ് ഇത് യതഫറഖാനി. ഇൻ വന്നപ്പോ എന്ത് ചെയ്തു? ഇൻ വന്നപ്പോ ജസ്മി ചെയ്തപ്പോ എന്ത് ചെയ്തു? ഞാൻ പോയി. അഫ്ആൽ ഖംസയിൽ പെട്ടതായതുകൊണ്ട് ഞാൻ പോയി. അയിനി പറഞ്ഞായിരുന്നു അതിൽ പറഞ്ഞായിരുന്നു അയിനി. ആനി ഈന ഊന എന്നാ പറഞ്ഞത്. അഫ്ആൽ ഖംസ ആനി ഈന ഊന. അയിനി ഉള്ളത് അസ്മായിലാണ്. അസ്മാ വരുമ്പോ ദ്വിവചനം വരുമ്പോ യദൈനി, യദാനി, യദൈനി, മുസ്ലിമൈനി, റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വഇൻ ദുരിയതനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചോ ഇല്ലേ? പഠിച്ചതൊക്കെ വായിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ. പഠിച്ച സൂറത്തുകളൊക്കെ നമ്മൾ പഠിച്ച രീതിയിൽ വാക്കർത്ഥം വെച്ച് വ്യാകരണം വെച്ചുകൊണ്ടും വായിച്ചുകൊണ്ടേയിരിക്കണം. എന്നാലേ ബാക്കിയുള്ളതിലെ വ്യാകരണം നമുക്ക് ഓർമ്മ വരുള്ളൂ. ഇതിന് പഠിച്ച വ്യാകരണം തന്നെയാണല്ലോ മറ്റേത് വരുന്നത്. അപ്പൊ അതാണ് ഇവിടെ അപ്പൊ യുഗനി എങ്ങനെ വന്നു? അഗ്നാ യുഗനി എന്ന് പറയുമ്പോൾ അവിടെ യാ കൂടെ ഇല്ലേ? അപ്പൊ ഇയാളുടെ അതെ ഷർത്തിന്റെ ജവാബ് വന്നപ്പോ എന്തായി? ഇന്ന് രണ്ടാമതൊരു എണ്ണത്തിൽ കൂടി ജസ്മിയയും ഷർത്ത് അവർ രണ്ടുപേരും പിരിഞ്ഞാൽ, അതാണ് ഷർത്ത്. അതിന്റെ ജവാബാണ് യുഗനില്ലാഹു. സമ്പന്നനാക്കും. അഗനാ യുഗനി സമ്പന്നനാക്കി. കുല്ലൻ
രണ്ടുപേർക്കും സമ്പന്നത നൽകും. ഇനി ആ പെണ്ണിനെ ആ ഭർത്താവ് വിവാഹമോചനം ചെയ്തുകൊണ്ട് ആ പെണ്ണങ്ങ് ദരിദ്രയാകാൻ പോകുന്നില്ല. ആ പെണ്ണ് ഈ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയത് കൊണ്ട് അവനങ്ങ് പെണ്ണ് കിട്ടാത്തവനുമാകുന്നില്ല. എന്ത് നിലയ്ക്കും അള്ളാഹ് എന്ത് ചെയ്യും? സമ്പന്നത, സ്വയം പര്യാപ്തത നൽകും. അതിനായി പര്യാപ്തത നൽകും. യുഗയില്ലാഹു കുല്ലൻ, രണ്ടുപേരെകളെ ഓരോരുത്തരെയും മെൻ സഅതിഹി, തന്റെ സഅത്തിൽ നിന്നും. സഅത്തിന്റെ ഫേല് മാദി എന്താണ്? സഅത്തിൽ നിന്ന് സഅതിഹി എന്ന് എഴുതിയപ്പോഴത്തേക്ക് ഇവിടെ മഫ്തുഹാണ്. അതിനെ സഅത്തിൽ മാത്രം എഴുതുമ്പോ എങ്ങനെ എഴുതും? എന്താ അർത്ഥം? കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ സഅത്തിന്റെ ഫേല് മാദി കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് അധ്വാനം വേണ്ടി വന്നു. അതുകൊണ്ടാണ് പ്രയത്നിച്ചത്. നിങ്ങൾ പ്രയത്നിച്ചു എന്നല്ലേ? അത് തന്നെ. അത് പഠിക്കാത്തോണ്ടല്ലോ. വസ്യയൊക്കെ പഠിച്ചിട്ടുള്ളതാണ് നമ്മള്. അത് ബേസിക് കിടക്കുകയാണ്. വസ്യ എന്ന പേര് ബേസിക്കിൽ ഇട്ടിട്ടുണ്ട്. അത് പഠിക്കാതെ പോവില്ല. മാത്രമല്ല നമ്മള് സൂറത്ത് ബഖറയിൽ 255 സൂക്തത്തിലും പഠിച്ചായിരുന്നു. ആയത്തുൽ കുർസിയിൽ വസ്യ കുർസിയ്യുഹു സമാവാത്ത്. വസ്യയുടെ ക്രിയാധാതുവാണ് സഅത്തുൻ. യുഗനില്ലാഹു, അള്ളാഹു സ്വയം പര്യാപ്തം നൽകും, സമ്പന്നത നൽകും. കുല്ലൻ, ഓരോരുത്തരെയും മിൻ സഅതിഹി, അവന്റെ വിശാലതയിൽ നിന്നും. വകാന അല്ലാഹു വാസിഅൻ ഹകീമ, അള്ളാഹു വിശാലതയുള്ളവനാണ്, യുക്തിമാനാണ്. ഇവിടെ എന്തിനാ യുക്തി പറഞ്ഞത്? യുഗനില്ല കുല്ലൻ മിൻ സഅതിഹി എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? അവർ രണ്ടുപേരും പിരിഞ്ഞാൽ അള്ളാഹ് രണ്ടുപേർക്കും സമ്പന്നത നൽകും എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് പിരിയാൻ തീരുമാനിച്ചാൽ പിരിയാൻ തീരുമാനിച്ചാൽ പിരിഞ്ഞോട്ടെ. തലാഖിന് അനുവാദം നൽകിയിട്ടുണ്ട്. നിയമം വേറെ പറഞ്ഞിട്ടുണ്ട് തലാഖിന്റെ ബാക്കി കാര്യങ്ങൾ. പിരിഞ്ഞോട്ടെ. അപ്പോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിയാനുള്ള അനുവാദം നൽകിയതിലും എന്തുണ്ട്? അതിന്റെ ഹിക്മത്ത് അള്ളാഹുവിനെ അറിയാവും. ഹക്കീമാണ്. അപ്പൊ ഇത് നൽകുന്ന ഭരണാധികാരി അല്ലെങ്കിൽ എന്താ പറയാ, ഭരണഘടന നൽകുന്ന നിയമദാതാവ് അള്ളാഹുവാണല്ലോ. നിയമദാതാവ്, നമുക്ക് നിയമം നൽകുന്നത്. ആ ദാതാവ് ആരാണ്? ഹക്കീമാണ്, യുക്തിമാനാണ്. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അള്ളാഹ്ക്കുള്ളതാണ് ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം എന്ന് പറഞ്ഞാൽ സർവ്വപ്രപഞ്ചവും അവന്റെ ഉടമസ്ഥതയിലാണ് എന്നാണ്. അപ്പൊ ഇത് വേറെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ വരുമ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ഭാര്യയ്ക്ക് കൊടുക്കാനും ഭർത്താവിന് കൊടുക്കാനുള്ള സ്വത്തും കാര്യങ്ങളും അതേപോലെ തന്നെ അവർക്ക് ബദലാക്കാൻ വേണ്ടിയുള്ള ഇണകളുമൊക്കെ അള്ളാന്റെ കയ്യിലുണ്ട്, അള്ളാന്റെ കൺട്രോളിൽ ഉണ്ട്. അതൊക്കെ അവർക്ക് കൊടുക്കും എന്ന് കുല്ലമ്മിൻ സാഹി എന്ന് പറഞ്ഞ യുഗനില്ലാഹ് കുല്ലമ്മിൻ സാഹി എന്ന് പറഞ്ഞതിനോട് ബന്ധപ്പെടുത്തിയാണ് ലില്ലാഹി മാഫി സമാവാതി മാഫിൽ അർദ് വരുന്നത്. അതേസമയം അതെന്താണ്? ഒരു സ്വതന്ത്രമായ ഫിലോസഫി കൂടിയാണ്. ഇസ്ലാമിന്റെ സിദ്ധാന്തങ്ങൾ കൂടിയാണ്. ഇസ്ലാമിക ഭരണഘടനയുടെ, ഇസ്ലാമിന്റെ ജീവിത വ്യവസ്ഥിതിയുടെ ഇസ്ലാമിക ഐഡിയോളജിയുടെ എന്താണ് ഒരു പ്രധാന തത്വം കൂടിയാണ്. ഇതിന്റെ എല്ലാത്തിന്റെയും മുലൂക്കിയത്ത്, ആധിപത്യം, എല്ലാത്തിന്റെയും കൺട്രോൾ, എല്ലാത്തിന്റെയും ഉടമസ്ഥത എന്ന് പറയുന്നത് അള്ളാഹാണ്. എല്ലാത്തിനെയും എന്തെന്നാണോ ഉള്ളത് അത് ഈ സമാവാത്തി ആകാശത്തിലുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ആകാശത്തിലെല്ലാം അടങ്ങി. ഒമാഫി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഭൂമിയിലുള്ളതും
വലഖദ് വസ്സൈന അല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബലിക്കും വയ്യാക്കും അനിത്തഖുല്ലാ. അപ്പൊ ഇവിടെ പറഞ്ഞത് കുടുംബ ബന്ധവുമായും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. എന്ത് ചെയ്തു? വസ്സൈന, വസ്സ 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 നമ്മൾ പഠിച്ചല്ലോ. വസിയത്ത്. വസ്സ എന്ന ആയത്ത് പഠിച്ചില്ലേ? വസ്സ വവസ്സ ബിഹാ ഇബ്രാഹിമു ബനീഹി വയാഖൂബു യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന. പഠിച്ചില്ലേ അൽ ബഖറയിൽ? അപ്പോ വസ്സൈന, നാം വസിയ്യത്ത് നൽകി എന്ന് പറഞ്ഞാല് നമ്മൾ ഇതിനെയാണ് മലയാളത്തിൽ പറയുന്ന വസിയ്യത്ത് എന്ന് പറയുന്നത്. വസിയ്യത്ത് സതുപദേശം ഒന്നുമല്ല വസ്സ എന്ന് പറഞ്ഞാൽ. അന്ത്യോപദേശം. സതുപദേശം എന്താണ്? മൗഇളത്തൊക്കെയാണ്. വസ്സ എന്ന് പറഞ്ഞാൽ അന്തിമോപദേശം നൽകി, ഫൈനൽ എന്താ പറയാ, അവസാനമായി അദ്ദേഹത്തിന് ഫൈനൽ വാണിംഗ് അല്ല, അവസാനമായും നൽകുന്ന ഉപദേശത്തിനാണ് വസ്സ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വസ്സൈന, നാം വസിയ്യത്ത് നൽകി എന്ന് പറഞ്ഞാൽ നാം കൽപ്പിച്ചിരിക്കുന്നു, ഊന്നി ഉപദേശിച്ചിരിക്കുന്നു എന്നൊക്കെ ചില ട്രാൻസ്ലേഷൻ പറഞ്ഞിട്ടുണ്ട്. വസ്സ എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു എന്നല്ല അർത്ഥം. നമ്മൾ സാധാരണ സബർ എന്ന് ചോദിച്ചാല് ക്ഷമ എന്ന് പറയുന്ന പോലെ, അങ്ങനെയല്ല. സബറിന്റെ അർത്ഥം അതല്ല, സഹനം എന്നാണ്. അതേപോലെ വസ്സ എന്ന് പറഞ്ഞാല് വിൽപത്രം നൽകിയെന്ന് പറയുമല്ലോ. ആരാ വിൽപത്രം നൽകുന്നത്? എപ്പോഴാണ്? അതാണ് വസിയത്ത് എന്ന് പറയുന്നത്. വസിയത്ത് എന്ന് പറയും, പോയിട്ടാണ് ഉപയോഗിക്കുന്നത്, വസിയത്തിൽ നിന്നും വന്നതാണ്. ഓക്കെ. അപ്പൊ വസ്സ വലഖദ് വസ്സൈന അല്ലദീന ഊത്തുൽ കിതാബ, തീർച്ചയായും നാം ഗ്രന്ഥം നൽകിയ അല്ലദീന ഊത്തുൽ കിതാബ്, ഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഗ്രന്ഥത്തിന്റെ വക്താക്കൾക്ക് നാം ചെയ്തിട്ടുണ്ട്, അന്തിമോപദേശം നൽകിയിട്ടുണ്ട്. മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർ, വഇയ്യാക്കും, നിങ്ങൾക്കും. ഇവിടെ ഇയ്യാക്കും എന്ന് പറഞ്ഞ ഇയ്യ എന്തിനുള്ളതാ? തന്നെയാണ്, മാത്രമാണ് എന്ന വാക്കും അതിനുവേണ്ടി അല്ല ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൊമ്മിന്, സീറ്റിന് വേണ്ടിയാണ് ഇയ്യ വെച്ചിരിക്കുന്നത്. കൊം നമ്മൾ പറഞ്ഞായിരുന്നു അന്ന്, ഇയ്യാക്കൻ ആബുദു. അവിടെ ഇയ്യാക്കായ്ക്ക് എന്ത് ചെയ്തു? സ്വന്തമായി നിൽക്കാത്തത് കൊണ്ട് കായ്ക്ക് കുറിച്ചിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇയ്യ ഉപയോഗിച്ചത്. അതിന് തന്നെയാണ് എന്ന അർത്ഥം വരുന്നത് എങ്ങനെയാണ്? തഖ്ദീമുൽ ഫാഇൽ, തഖ്ദീമുൽ ഫിഅൽ, ഫിഅലിനേക്കാൾ മുമ്പ് മഫ്ഊലുൻ ബിഹി പറയുക. ഇയ്യാക നഅ്ബുദു, നഅ്ബുദു ആണ് എന്ത്? ആദ്യം പറയുന്നത് നഅ്ബുദു എന്നാണോ? നഅ്ബുദു ആണ് ഫിഅല്. ഫിഅല് കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ മഫ്ഊൽ പറയേണ്ടത്. ലറബ സൈദുൻ അംറൻ, സെയ്ദ് അംറനെ അടിച്ചു. അപ്പൊ അംറൻ എന്ന് പറയുന്നത് നസ്ബ് ചെയ്യപ്പെട്ട മഫ്ഊൽ ബിഹി എപ്പോഴാ ഉള്ളത്? ഫായിലും കഴിഞ്ഞിട്ടാണ്. ഇയ്യാക നഅ്ബുദു പറഞ്ഞിടത്ത് എന്തുണ്ട്? നഅ്ബുദുവിന് മുമ്പാണ് ആരെയാണ് ആരാധിക്കുന്നത് എന്നുള്ളത്. അപ്പൊ തഖ്ദീമുൽ മഫ്ഊൽ ബിഹി അലൽ ഫിഅലി, ഫിഅലിന് മുമ്പേ എന്ത് ചെയ്തു? മഫ്ഊൽ ബിഹി പറഞ്ഞത് കൊണ്ടാണ് എന്ത് ചെയ്തത്? മാത്രമാണ്, തന്നെയാണ് എന്ന അർത്ഥം കിട്ടുന്നത്. ഇതെന്തിനാ ഇയ്യ ഉപയോഗിച്ചത്? ഇവിടെ വലഖദ് വസ്സൈന അല്ലദീന ഊത്തുൽ കിതാബ, ഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് നാം അന്തിമോപദേശം നൽകി അല്ലെങ്കിൽ ശക്തിയായി ഉപദേശിച്ചിട്ടുണ്ട്. മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള, അല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആൾക്കാർക്ക് നാം ഊന്നി ഉപദേശിച്ചിട്ടുണ്ട്. വഇയ്യാക്കും, അപ്പൊ പിന്നെ വസ്സൈന അല്ലദീന ഊത്തുൽ കിതാബ, വസ്സൈന മഫ്ഊലുൻ ബിഹിയാണ് അല്ലദീന. വസ്സൈന നാം ആർക്ക്? അല്ലദീന ഒരു വിഭാഗം കിട്ടി. ആ വിഭാഗങ്ങൾ ആരൊക്കെയാണ്? ആ വിഭാഗം എന്താണ്? ഊത്തു നൽകപ്പെട്ടവരാണ്. അൽ കിതാബ, ഊത്തുവിന്റെ മഫ്ഊലുൻ ബിഹിയാണ്. ഊത്തുവിന് ഒന്നാമത്തെ മഫ്ഊലുൻ ബിഹി അതിനകത്തുള്ള ഹുമ്മാണ്, ആ മഫ്ഊലുൻ ബിഹിയാണ്. ഊത്തു അവർ നൽകപ്പെട്ടു. എന്ത് നൽകപ്പെട്ടു? അൽ കിതാബ്. രണ്ടാമത്തെ മഫ്ഊലുൻ ബിഹിയാണ് കിതാബ്. മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള. വഇയ്യാക്കും, പിന്നെ വസ്സൈന അല്ലദീന ഒരു ഭാഗം പറഞ്ഞ് പിന്നെ എന്ത് ചെയ്തു?
പിന്നീട് നിങ്ങളെയും എന്ത് ചെയ്തു, നിങ്ങൾക്കും നാം വസീയത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പൊ വസൈന നേരത്തെ കടന്നുപോയി കേട്. അതിനുശേഷമാണ് പറയുന്നത്. നിങ്ങൾക്കും നാം, നിങ്ങളെയും നാം, നിങ്ങളോടും നാം അന്തിമോപദേശം അല്ലെങ്കിൽ ഊന്നി ഉപദേശിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്കും എന്നതിനെ മഫ്ഊലുൻ ബിഹിക്ക് അത് നിൽക്കാൻ വേണ്ടിയ ഒരു കുർസിയാണ് ഇയ്യ ഉപയോഗിക്കുന്നത്. ആ ഇത്തഖുല്ലാ, എന്താണ് നാം ഇവർക്കെല്ലാം ഊന്നി ഉപദേശിച്ചത്? ഇത്തഖുല്ലാ, അള്ളയെ സൂക്ഷിക്കുക. വഇൻ തക്ഫുറു, നിങ്ങൾ നിഷേധിച്ചാൽ. അപ്പൊ ഇവിടെ തഖ്വയെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ തക്ഫുറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തഖ്വ പാലിച്ചില്ലെങ്കിൽ എന്നർത്ഥം അല്ലേ? ഇവിടെ തഖ്വയെ കുറിച്ചാണ് ഊന്നി പറഞ്ഞത്. അതിനുശേഷമാണ് വഇൻ തക്ഫുറു, അപ്പൊ നിങ്ങൾ അള്ളയെ നിഷേധിച്ചാൽ, തഖ്വ ഇല്ലാത്തവരായാൽ, അല്ലെങ്കിൽ നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചാൽ, ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, വീണ്ടും പറഞ്ഞാണ് ഉടമസ്ഥത മുഴുവൻ അള്ളാഹ്ക്കാണ്. അതുകൊണ്ട് അള്ളാഹ്ക്കൊന്നും സംഭവിക്കാൻ പോണില്ല. നിങ്ങൾ അള്ളാഹെ പേടിക്കാതെ ജീവിച്ചെന്ന് വിചാരിച്ചിട്ട് അള്ളാഹ്ക്കൊന്നും സംഭവിക്കാൻ പോണില്ല. നിങ്ങൾ അള്ളാഹയോട് നന്ദികേട് കാണിക്കാൻ വിചാരിച്ചാൽ അള്ളാഹ്ക്കൊന്നും സംഭവിക്കാൻ പോണില്ല. അതാണ് ഇതിന്റെ എല്ലാം സുപ്രീം സോവറിനിറ്റി എന്ന് പറയുന്നത് അള്ളാഹയുടെ കയ്യിലാണ് ഉള്ളത്. വകാന അല്ലാഹു ഗനിയ്യൻ ഹമീദ. അള്ളാഹു എന്താണ്? ഗനിയ്യ്, അള്ളാഹു ഗനിയ്യനാണ്. അപ്പൊ ഇവിടെ കാനയുടെ ഇസ്മും ഖബറും ഒക്കെ വ്യക്തമായിട്ട് കാണാം. കാന അല്ലാഹു, അപ്പം കാനയുടെ ഇസ്മാണ്. ലഫ്ളുൽ ജലാലത്ത് ഗനിയ്യൻ അതിന്റെ ഖബറാണ്, ഹമീദൻ അതിന്റെ ബദലാണ്. അല്ലാഹു ഗനിയ്യാണ്, സമ്പന്നനാണ്. ഹമീദൻ എന്താണ്? സ്തുത്യർഹനാണ്. സ്തുത്യർഹനാണ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുന്നവനാണ്. അതെങ്ങനെ കിട്ടി? ഹമീദ് സ്തുതിക്കപ്പെടുന്നവൻ എന്ന അർത്ഥം എങ്ങനെ കിട്ടി? മഹ്മൂദ്, മഹ്മൂദിന്റെ മീനിങ്ങിലാണ് ഹമീദ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പൊ റഹീം എന്ന് പറഞ്ഞ വസിനില്ലേ, റഹീം എന്ന് പറയുന്ന വസിന് രണ്ട് രീതിയിൽ ഉപയോഗിക്കും. റഹീം എന്ന വസിന്, റഹീം എന്ന ഘടന രണ്ട് രീതിയിൽ ഉപയോഗിക്കും. ഒന്ന് റാഹിമിന്റെ ആധിക്യത്തിന്റെ രൂപമായിട്ട്, ഫാഇലിന്റെ ആധിക്യത്തിന്റെ രൂപമായിട്ട് ഉപയോഗിക്കും. അതേപോലെ തന്നെ ഇസ്മുൽ മഫ്ഊലിന്റെ ആധിക്യത്തിന്റെ രൂപമായിട്ടും ഉപയോഗിക്കും. ഇസ്മുൽ ഫാഇലിന്റെ ആധിക്യത്തിന്റെ രൂപമായിട്ട് റഹീം ഉപയോഗിക്കും. അതേപോലെ തന്നെ ഇസ്മുൽ മഫ്ഊലിന്റെ ആധിക്യത്തിന്റെ രൂപമായിട്ടും ഏത് റഹീം എന്ന വസിന് ഉപയോഗിക്കും. അല്ലെങ്കിൽ ഫഈൽ വസിൻ എന്നാണ് അതിനെ പറയുന്നത്. ഫഈൽ വസിൻ ഉപയോഗിക്കും. അപ്പൊ ഈൽ വരുന്നത് എല്ലാ ക്രിയയ്ക്കും ഒരേപോലെയല്ല. റഹിമയുടെ ഇസ്മുൽ ഫാഇൽ റാഹിമുൻ, അവിടെ ഇസ്മുൽ ഫാഇലിന്റെ ആധിക്യത്തിന്റെ രൂപമാണ് റഹീം. അതേസമയം ഹമീദയുടെ ഇസ്മുൽ ഫാഇൽ എന്താണ്? ആമിദിനാണ്. അതിന് ഇസ്മുൽ മഫ്ഊൽ എന്താണ്? മഹ്മൂദാണ്. അവിടെ ഇവിടെ ഹമീദയുടെ ഇസ്മുൽ മഫ്ഊലിന്റെ ആധിക്യത്തിന്റെ രൂപമാണ് ഹമീദ്. ഏറ്റവും അധികം സ്തുതിക്കപ്പെടുന്നവൻ എന്നർത്ഥം. വലില്ലാഹി മാ ഫിസ് സമാവാതി, വീണ്ടും പറഞ്ഞു വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഒരു ഭാഗത്ത് തന്നെ ഒരു സൂക്തത്തിൽ 2 പ്രാവശ്യം പറഞ്ഞു, അടുത്ത സൂക്തത്തിൽ ഒന്നുകൂടെ പറയാൻ വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ. അപ്പൊ എന്താണ്? ഏത് വിധേനയും ഉടമസ്ഥത അള്ളാഹ്ക്ക് മാത്രമാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഉടമസ്ഥത എന്ന് പറയുന്നത് ചിലപ്പോ റെന്റ് എടുത്ത സാധനവും എന്റേതാണ് എന്ന് നമ്മൾ പറയും. റെന്റ് എടുത്തിട്ട് അത് തിരിച്ചു കൊടുക്കുന്നത് വരെ എന്റേതാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് പ്രോപ്പർട്ടി എന്റേതാണ് എന്ന് പറയും അല്ലേ? പ്രോപ്പർട്ടി എന്റേതാണ് എന്ന് പറയുമ്പോഴും എന്റേതല്ല. ഇന്ത്യൻ നിയമം അനുസരിച്ച് എന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്റെ പ്രോപ്പർട്ടി അല്ല. എന്താണ്? കൈവശം വെക്കുന്നല്ലേ? നമുക്ക് കൈവശാവകാശം മാത്രമേ. പണ്ടാരപ്പാട്ടം വക എന്നാണ് പറയുന്നത്. സ്റ്റേറ്റിന്റെ വകയാണ്, നമുക്ക് എന്ത് ചെയ്യാണ്? പതിച്ചു തരികയാണ് നമുക്ക്. അപ്പൊ എന്താണ്? നമുക്ക് കൈവശാവകാശം കൈവശം വെച്ച് രേഖിച്ച് അനുഭവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പൊ നമ്മുടെ ഉടമസ്ഥതയ്ക്ക് വ്യത്യസ്ത വകുപ്പുകളുണ്ട്. അള്ളാന്റെ ഉടമസ്ഥതയ്ക്ക് വേറെ ഒരു വകുപ്പുമില്ല. ഇത് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. എന്താണ്? എല്ലാ നിലയ്ക്കുമുള്ള സോവറൈനിറ്റി അവനാണ് ഉള്ളത്.
ഇതിന് 3 ഉടമസ്ഥാവകാശം. പ്രാവശ്യം എടുത്ത് പറഞ്ഞത് ഈ മൊയ് ചൊല്ലിക്കഴിഞ്ഞാൽ അവർ രണ്ടുപേരെ അള്ളാഹു ഉയർത്തും എന്നുള്ളത് സമർത്ഥിക്കാനാണോ? അത് ഞാൻ ആദ്യം പോലെ പറഞ്ഞു. അതിവിടെ അതുമായി ബന്ധപ്പെടുത്തി പറയുന്നത് ആ നിയമമാണ്. പിന്നീട് അതെന്താണ് ഇസ്ലാമിക് ഫിലോസഫിയുടെ അല്ലെങ്കിൽ ഇസ്ലാമിക് കാര്യത്തിന്റെ അല്ലെങ്കിൽ ഘടനയുടെ മറ്റ് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ആവർത്തിച്ച് വന്നിരിക്കുന്നത്. ബന്ധം നേരത്തെ പറഞ്ഞതിനോടാണ്. ഉടമസ്ഥത അള്ളാഹുവിന്റെ അടുക്കൽ പ്രോപ്പർട്ടി ഉണ്ട്. അവർക്ക് ഇപ്പൊ ഭർത്താവ് വീട് കൊടുത്തില്ല, മൊഴിയെല്ലാം നേരത്തെ കൊടുത്തു, അള്ളാഹുക്ക് കൊടുക്കും. അല്ലെങ്കിൽ ഭാര്യയെ അങ്ങനെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞു, ഭർത്താവിന് വേറെ ഒരു നിലയ്ക്ക് ഒരു അത്താണി അള്ളാഹ് കൊടുക്കും. ഭാര്യയായിട്ടോ അല്ലാതെയോ ഒരു സംരക്ഷകനായിട്ടോ വേറൊരാളിനെ കൊടുക്കും. ഏത് നിലയ്ക്കും കൊടുക്കാനുള്ള കപ്പാസിറ്റി അള്ളാഹിന്റെ കയ്യിലുണ്ട്. ഇതെല്ലാം പ്രോപ്പർട്ടി അള്ളാഹിന്റെ കൈവശമാണ് എന്നതാണ് അതുമായുള്ള ബന്ധം. അതേസമയം ഇത് അതുമായിട്ട് മാത്രമല്ല ബന്ധപ്പെടുന്നത്. ബില്ലാഹി മാഫി സമാവാതി എന്ന് പറയുന്നതെല്ലാം അതിന്റെ ഉടമസ്ഥത എല്ലാത്തിന്റെയും, രാജ്യത്തിന്റെയും രാഷ്ട്രത്തിന്റെയും നിയമത്തിന്റെയും വസ്തുക്കളുടെയും ചേതനമായതിന്റെയും അചേതനമായതിന്റെയും കറങ്ങുന്നതിന്റെയും കറങ്ങാത്തതിന്റെയും എല്ലാത്തിന്റെയും ഉടമസ്ഥത അള്ളാഹിന്റെ കയ്യിലാണ് എന്നാണ് അടിക്കടി ആവർത്തി പറയുന്നത്. കഫാ ബില്ലാഹി വക്കീല. അതുകൊണ്ട് എന്ത് ചെയ്യണം? കഫാ ഇനഫ്, മതിയാകുന്നതാണ്. ബില്ലാഹി, അള്ളയെ കൊണ്ട് തന്നെ മതിയാകുന്നതാണ്. എന്തായിട്ട്? വക്കീൽ. ഇവിടെ വക്കീൽ എന്ത് വക്കീൽ പിന്നെ ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത്? ഹാലായിട്ട്. അതെ, വക്കീൽ എന്ന് പറഞ്ഞത് ഫഈൽ രൂപമാണ്. അപ്പൊ ഇസ്മ ഫായിലാണോ ഇസ്മ മഫ്ഊലിന്റെ ആണോ ആധിക്യം? ഇവിടെ ഇസ്മ മഫ്ഊലിന്റെ ആധിക്യമാണ് കേട്ടോ. ബലമേൽപ്പിക്കപ്പെടുന്നവനായി അള്ള തന്നെ മതി ബലമേൽപ്പിക്കപ്പെടുന്നവനായി. ഈ വക്കീലിനെയാണ് നമ്മൾ അഡ്വക്കേറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മളെ കാര്യത്തിന് വേണ്ടി അയാളെ ബലമേൽപ്പിക്കുകയാണ്. ഈ യശയുദ്ഹിബുക്കും അയ്യുഹന്നാസ്, മനുഷ്യരെ, അള്ളാഹ് ഉദ്ദേശിച്ചാൽ യുദ്ഹിബുക്കും. അപ്പോ ദഹബയിലെ ദഹബ എന്ന് പറഞ്ഞാൽ പോയി, അതിനെന്താക്കി? 5 ഗ്രൂപ്പാക്കി. ഇപ്പൊ എന്തായി? പോക്കി. നസല ഇറങ്ങി, അഞ്ചല ഇറക്കി. അപ്പൊ ദഹബ പോയി, അദ്ഹബ പോക്കി. യശ അവൻ ഉദ്ദേശിച്ചാൽ യുദ്ഹിബുക്കും, അവൻ നിങ്ങളെ പോക്കിക്കളയും കേട്ടോ. അപ്പൊ യശന്റെ ഇടയിലുള്ള അലിഫ് എങ്ങനെ പോയി? യശന്റെ ഫേല് മാളിയും മുളാരിയും എന്താണ്? യശന്റെ ഫേല് മാളിയും മുളാരിയും എന്താണ്? എന്നാണ്. അപ്പൊ ഇന്ന് വന്നിട്ട് യശാഉ എന്നാണ്. അപ്പൊ യശാഉ എന്നതിനെ ഇൻ വരുമ്പോൾ ജസ്മാവും, യശാ എന്നാവും. അപ്പൊ യശാഇന്റെ ഇടയിലുള്ള ദീർഘവും അവസാനത്തെ സുക്കൂനും തമ്മിൽ ഒരേ സുക്കൂൻ, 2 സുക്കൂൻ ഒരുമിച്ച് വരും. അങ്ങനെയാണ് പോകുന്നത്. എന്തായിരിക്കും? ഹംസ നിലകൊള്ളും, മറിച്ച് പോകുന്നത് വീക്ക് ലെറ്റർ ആയിരിക്കും പോകുന്നത്. ദുർബലനെ ആയിരിക്കും ഒഴിവാക്കുക. അപ്പൊ എന്തായാലും ദുർബലം പോയി. അപ്പൊ അങ്ങനെ യശ എന്നായി. യുദ്ഹിബുക്കും, നിങ്ങളെ പൊക്കിക്കളയും. അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. വയഅതി ബിആഖരീൻ, അപ്പൊ മനുഷ്യരെ വിളിച്ചപ്പോ എല്ലാരെയും വിളിച്ചു. മുസ്ലിങ്ങളും അല്ലാത്തവരുമായ എല്ലാ മനുഷ്യന്മാരെയും വിളിച്ചിട്ട് പറയാണ്, അള്ളാഹ് ഉദ്ദേശിച്ച നിങ്ങളെ എല്ലാത്തിനെയും മാറ്റിയിട്ട് പുതിയൊരു സമൂഹത്തെ കൊണ്ടുവരും. വയഅതി ബിആഖരീൻ, വേറൊരാളിനെ കൊണ്ടുവരും. അവർക്ക് അള്ളാഹ് ഇബാദത്ത് ചെയ്യുന്നതിന് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. അള്ളാഹിന്റെ ദീൻ പ്രബോധനം ചെയ്യുന്നവരിന് അവർക്ക് യാതൊരു മടിയുമില്ല. ആയത്തെ ഞാൻ ഓർമ്മിക്കുന്നില്ല, അത് വേറെ പറഞ്ഞു. അല്ലാഹു അലാ ദാലിക ഖദീറ, അള്ളാഹു അതിന് കഴിവുറ്റവനാണ്. ഇവിടെ ഖദീർ എന്താണ്? ഖാദിറിന്റെ ഇസ്മുൽ ഫാഇലിന്റെ ആധിക്യത്തിന്റെ രൂപമാണ് ഖദീർ. വളരെ നന്നായി, അല്ലെങ്കിൽ നന്നായി കഴിവുള്ളവനാണ്, നല്ല കഴിവുള്ളവൻ തന്നെയാണ്. മൻ കാന യുരീദു സവാബദ് ദുനിയ ഫഇൻദല്ലാഹി സവാബുദ് ദുനിയ വൽ ആഖിറ. അപ്പൊ പിന്നെയും മറ്റേയാളോട് പറയാ, ഭാര്യ ഭർത്താക്കന്മാര് എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഒരു നല്ല രീതിയിൽ അള്ളയെ പേടിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അവളിൽ നിന്നും ഭൗതിക സുഖം ലഭിക്കുന്നതിനും അവനിൽ നിന്നും ഭൗതിക സമ്പത്ത് ലഭിക്കുന്നതിനുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരുപാട് ഭൗതിക സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ അള്ളാഹ് തരാൻ പറ്റും. ഫഇൻദല്ലാഹി സവാബുദ് ദുനിയ വൽ ആഖിറ. അള്ളാഹിന്റെ അടുക്കൽ പരലോകത്തെ പ്രതിഫലമുണ്ട്, ഈ ലോകത്തെ പ്രതിഫലമുണ്ട്. സൂറത്ത് ബനി ഇസ്രായേൽ എന്താ പറഞ്ഞത്? മൻകാന യുരീദു ഹർസ ദുനിയ അല്ല മൻകാന യുരീദുൽ ആജിലത്തെ അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ. ധൃതിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണെങ്കിൽ അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ, ഉദ്ദേശിക്കുന്ന മുഴുവൻ കൊടുക്കും. അവൻ നിന്ദനായും മോശമായും അവഹേളിക്കപ്പെട്ടവനായും നരകത്തിൽ പ്രവേശിക്കും എന്ന് പറയും. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടത് എപ്പോഴും ശാശ്വതമായ പ്രതിഫലം അള്ളാഹിന്റെ അടുക്കലുള്ള ത്വാബുൽ ആഖിറത്താണ് കാക്ഷിക്കേണ്ടത്. ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ നമുക്ക് ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ടും അങ്ങനെ അള്ളാഹെ പേടിച്ചുകൊണ്ടും ജീവിക്കാനുള്ള ഒരു സന്ദർഭം സാഹചര്യങ്ങളും ഉണ്ടാകുന്ന ഒരു കുടുംബ പശ്ചാത്തലമാണോ എന്നതാണ് ആലോചിക്കേണ്ടത്. ഭൗതിക വിഭവങ്ങളുടെ വർധനവല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതാ പറയുന്നത് മൻകാന യുരീദു സവാബദ് ദുനിയ. യുരീദുവിന്റെ പേര് മാറി എന്താ? യുരീദു സവാബദ് ദുനിയ, സമീപസ്ഥമായ ജീവിതത്തിന്റെ. ദുനിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുനിയ അടുത്തത്. ധന യദിനു അടുത്തത്. ദാനിൻ ഇസ്മു ഫായിലാണ്. ധനായതിനുവിന്റെ ഇസ്മു ഫായിലാണ് ദാനിൻ. പിന്നെ അതിനെ സ്ത്രീലിംഗമാക്കുമ്പോൾ ദാനിയത്തിൻ എന്നായി. ദാനിയത്തിന്റെ ഇസ്മു തഫ്ലീലാണ് എന്ത്? ദുനിയ. ഹയാത്ത് എന്താണ്? ഹയാത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഹയാത്ത് ദുനിയ എന്ന് പറയുന്നത്. ഏറ്റവും അടുത്ത ജീവിതം. അതിനാണ് നമ്മൾ ഇഹലോക ജീവിതം എന്ന് പറയുന്നത്. ഫഇൻദല്ലാഹി സവാബു ദുനിയ വൽ ആഖിറ. ഈ ലോകത്തെയും പരലോകത്തെയും പ്രതിഫലം അള്ളാഹിന്റെ അടുക്കൽ തന്നെയാണ് ഉള്ളത്. വകാന അല്ലാഹു സമീഅൻ ബസീറ. അള്ളാഹ് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു, കാണുന്നവനുമാണ്. യഅലമു മാ യുവസ്വിസു ബിഹി എന്ന് പറഞ്ഞില്ലേ സൂറത്തു ഖാഫില്. അവന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പോലും അള്ളാഹ് അറിയുന്നു. മാ തുവസ്വിസു ബിഹി എന്ന് പറഞ്ഞു. വകാന അല്ലാഹു സമീഅൻ. അള്ളാഹ് അതാണ്. അതുകൊണ്ടാണ് ഇവിടെ സമീഅ എന്ന് പറയുന്നത് എന്താണ്? ഇസ്മു ഫാലിന്റെ ആധിക്യത്തിന്റെ രൂപമാണ്. സമീഅ നന്നായി കേൾക്കുന്നവനാണ്. ബസീറും എന്താണ്? ഇസ്മു ഫാലിന്റെ ആധിക്യത്തിന്റെ രൂപമാണ്. ബസറ യബ്സുറു, ബാസിറുൻ, ബസീറുൻ നന്നായി കാണുന്നവരുമാണ്. ഓക്കെ. ഇവിടെ നമ്മൾ കുറെ വ്യാകരണ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സമയം കൂടിപ്പോയി. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിലയ്ക്കും ഇത് ആവർത്തിച്ച് വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക, ഗ്രഹിക്കുക. കൂടുതൽ ആഴത്തിൽ ഓരോ പടി പഠിക്കും തോറും അടുത്ത പടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഖുർആന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഭാഷാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ ഹുക്കുമുകൾ മനസ്സിലാക്കണം, ചിന്തിക്കണം, നമ്മളെ ലോകത്തിന് ഇത് പരിചയപ്പെടുത്തണം, സമൂഹത്തെ ആ രീതിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കണം. കൂട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും നമ്മളെ പുതിയ ഗ്രൂപ്പിലേക്ക് കുറെ ആൾക്കാർ ചേർത്തില്ലേ? ചേർത്തോ ഇല്ലേ? അയച്ചിട്ടുണ്ട്, ചേർന്നോ ഇല്ലെന്ന് അറിയില്ല. ഇങ്ങനത്തെ ചേർക്കലല്ല നമുക്ക് വേണ്ടത്. ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ 10 പേര് ചേർന്നു, 5 പേര് ചേർന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. അൽഹംദുലില്ലാഹ് നമ്മൾ ഇപ്രാവശ്യം 2-3 കണ്ടീഷനോട് കൂടിയാണ് ഗ്രൂപ്പിൽ ചേർത്തിരിക്കുന്നത്. ആദ്യം ഞങ്ങൾക്ക് ചേരണം എന്ന് താല്പര്യം കാണിക്കണം. പിന്നെ താല്പര്യം കാണിച്ചാൽ അവരോട് പേര് ചോദിക്കും. പേര് പറയാൻ താല്പര്യമുള്ളവരെ മാത്രമേ ഞങ്ങൾ ചേർക്കൂ. അവർ പഠിക്കാൻ ആഗ്രഹം ഉണ്ടാകുക മാത്രമേ ചേർക്കുള്ളൂ. പേര് പറയാൻ താല്പര്യപ്പെട്ടവർക്കും പിന്നീട് ലിങ്ക് നമ്മൾ അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്ത് ലിങ്കിൽ സ്വയം ക്ലിക്ക് ചെയ്യുന്നവരെ മാത്രമേ ചേർക്കുള്ളൂ. നമ്മൾ മെനക്കെട്ടിരുന്ന് ചേർക്കുന്ന പരിപാടിയും ചെയ്യില്ല. കുറെ അധികം പേര് പുതിയ ഒരുപാട് കോണ്ടാക്റ്റുകൾ വ്യത്യസ്ത തലത്തിൽ നിന്നുള്ള മേഖലയിൽ നിന്നുള്ള വ്യത്യസ്ത തരത്തിലുള്ള പുതിയ ഒരുപാട് കോണ്ടാക്റ്റുകൾ, ഒരുപാട് ആയിരങ്ങളിലേക്ക് നമ്മൾ വിട്ടില്ല എങ്കിലും എന്താണ് ലിമിറ്റഡ് ആണെങ്കിലും പുതിയ ഒരുപാട് കോണ്ടാക്റ്റുകൾ. ആയിരങ്ങളിലേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കും.
അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നവൻ ഗ്രൂപ്പിൽ കയറും. പിന്നെ അവൻ പഠിക്കുന്നില്ല എന്ന് നമുക്കറിയാം. 10,000 ഗ്രൂപ്പുകൾ ഉണ്ടാവും. പിന്നെ അവസാനം മാനേജ് ചെയ്യാനും പാടും. അതുകൊണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാഠപുസ്തകം എപ്പോഴും പാഠപുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ പലരും പാഠപുസ്തകം പലപ്പോഴും വലുതായിട്ട് പാഠപുസ്തകം എന്ത് ചെയ്യില്ല, ആവശ്യപ്പെടില്ല. ഇപ്രാവശ്യം പാഠപുസ്തകം പലരും ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരുപാട് പാഠപുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് 38ാമത്തെ ബാച്ച് വളരെ ക്രിയാത്മകമായിട്ടാണ് നടത്തുന്നത് പറഞ്ഞു എന്നതിന്റെ സാരം. അപ്പൊ ഇനി അടുത്ത ബാച്ച് നമുക്ക് 1 മാസം 2 മാസം കഴിയുമ്പോൾ അടുത്ത ബാച്ച് വരും. നിങ്ങൾ എന്ത് ചെയ്യുക, കുറെ ആൾക്കാരെ നിങ്ങൾ കണ്ടുവെക്കുക, അവരോട് പരിചയപ്പെടുത്തിയിട്ട് ഈ ഗ്രൂപ്പിലേക്ക് ചേർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. നമ്മളെ ലോകം ആസകലം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്കറിയാം. ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞ ഒരു അയപ്പാടോടുകൂടി നോക്കിക്കാണുന്ന അവസ്ഥയാണ്. അത് മാറ്റി ഇസ്ലാമിന് ഒരു നല്ല അവസ്ഥ അല്ലാഹ് നൽകട്ടെ. അതോടൊപ്പം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, കാണണം, അതിനെ വിലയിരുത്തണം, അതിന്റെ നിയമവശങ്ങൾ പഠിക്കണം. നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഒരുപാട് വിധികൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. വിജ്ഞന്മാർ പോലും നിയമം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് വിധികൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാറ്റസ് പള്ളികളുടെ തലസ്ഥിതി നിലനിർത്തണം എന്ന് പറഞ്ഞ തലസ്ഥിതി ഒന്നും ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, നിലനിർത്തപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഒരു പ്രധാന പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഇസ്ലാമായി, ഇസ്ലാമിന്റെ സന്തുലിതാവസ്ഥയിൽ നീതിയോടും ന്യായത്തോടും ഒക്കെ നമ്മളെ എല്ലാ മേഖലകളിലും, നമ്മള് ജീവിക്കുന്ന മേഖലകളിൽ, കച്ചവടത്തിന്റെ മേഖലയിലായിരുന്നാലും അതേപോലെ നമ്മുടെ ജോലിയിലായിരുന്നാലും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇസ്ലാമിന്റെ വ്യക്തിത്വം, നമ്മളെ ഇസ്ലാമിന്റെ അസ്തിത്വം അതിന്റെ വ്യക്തികളിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പറ്റണം. അതായത് ഷഹാദത്ത് ഹക്കായി നമ്മൾ കാണണം. അങ്ങനെ മാത്രമേ നമുക്കിതിനെ പരിഹരിക്കുന്നതിന്റെ ഒരു പ്രധാന മാർഗമാണ്. ആ നിലയ്ക്ക് നമ്മൾ എപ്പോഴും പരിഗണിച്ചുകൊണ്ടിരിക്കുക. നമ്മള് എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും മാറ്റി തരട്ടെ. الله تعالى وسلم على خيرة محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته.